ഹായ് ഓൾ, വെൽക്കം ടു വൺസ് കോച്ചിങ്. നമ്മളിവിടെ KT യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ പേപ്പറാണ് ഡിസ്കസ് ചെയ്യുന്നത്. 2019 സ്കീമിൽ ഡിസംബർ 2022 ECT 203 ലോജിക് സർക്യൂട്ട് ഡിസൈൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ മൊഡ്യൂൾ 4 ഓൾറെഡി കഴിഞ്ഞു. ഇപ്പോൾ മൊഡ്യൂൾ 5 ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. സോ ലെറ്റ് സീ ഈച്ച്. ഇതാണ് മൊഡ്യൂൾ 5ൻ്റെ സിലബസ്. കമ്പാരിറ്റീവ്ലി വളരെ ഈസി ആയിട്ടുള്ള ഒരു മൊഡ്യൂളാണ് മൊഡ്യൂൾ 5 എന്ന് പറയുന്നത്. ലോജിക് ഫാമിലീസ് ആണ് ഇതിലുള്ളത്, അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സും. അപ്പോൾ ഇതിൽ മെയിനായിട്ടും TTL, ECL, CMOS എന്ന ഈ 3 ഫാമിലീസ്, അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്, അതുപോലെ തന്നെ അതിൻ്റെ വർക്കിംഗ്, ദെൻ ഓപ്പറേഷൻ കാര്യങ്ങൾ, അങ്ങനെ കുറച്ച് ഡീറ്റെയിൽസ് ഒക്കെയാണ് മൊഡ്യൂളിൽ വരുന്നത്. റിപ്പീറ്റഡ് ആയിട്ട് ഒരേ തരം ക്വസ്റ്റ്യൻസ് തന്നെയാണ് മൊഡ്യൂൾ 5ൽ നിന്നും എപ്പോഴും വരാറ്. അപ്പോൾ നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ കണ്ടിട്ട് എക്സാമിന് പോവുകയാണെന്നുണ്ടെങ്കിൽ വളരെയധികം യൂസ്ഫുൾ ആണ്. ദെൻ പാർട്ട് എ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഡിഫൈൻ ദി ഫോളോയിങ് ഇൻ ടേംസ് ഓഫ് ലോജിക്കൽ ഫാമിലീസ്: പ്രൊപ്പഗേഷൻ ഡിലേ, ഫാൻ ഔട്ട്, നോയ്സ് മാർജിൻ. ഇപ്പോൾ 3 ടേംസ് ആണ് ഇവിടെ തന്നിരിക്കുന്നത്: പ്രൊപ്പഗേഷൻ ഡിലേ, ഫാൻ ഔട്ട്, നോയ്സ് മാർജിൻ. ഇത് 3 ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ലോജിക് ഫാമിലീസിൻ്റെ. അപ്പോൾ അതിൻ്റെ എല്ലാം ഡെഫിനിഷനാണ്. 3 മാർക്സ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡ്രോ ദി സർക്യൂട്ട് ഡയഗ്രാം ഓഫ് CMOS നോട്ട് ഗേറ്റ് ആൻഡ് എക്സ്പ്ലെയിൻ ദി വർക്കിംഗ് വിത്ത് ദി ട്രൂത്ത് ടേബിൾ. CMOS നോട്ട് ഗേറ്റിൻ്റെ സർക്യൂട്ട് വരച്ചിട്ട് വർക്കിംഗ് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് 3 മാർക്കിൽ. സോ ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഡിഫൈൻ ദി ഫോളോയിങ് ഇൻ ടേംസ് ഓഫ് ലോജിക് ഫാമിലീസ്: പ്രൊപ്പഗേഷൻ ഡിലേ, ഫാൻ ഔട്ട്, നോയ്സ് മാർജിൻ. അപ്പോൾ ഇതിൽ ഓരോന്നിനും ഓരോ മാർക്ക് വീതമാണ്. അങ്ങനെയാണ് 3 മാർക്ക്. സോ ജസ്റ്റ് അതിൻ്റെ ഡെഫിനിഷൻ മാത്രം നമ്മൾ ഇവിടെ എഴുതിയാൽ മതിയാവും. ഫസ്റ്റ് ഇസ് പ്രൊപ്പഗേഷൻ ഡിലേ. സോ പ്രൊപ്പഗേഷൻ ഡിലേ എന്ന് പറയുന്നത് ഒരു സിഗ്നൽ പ്രൊപ്പഗേറ്റ് ചെയ്തു പോകുമ്പോൾ, ഒരു ലോജിക് സർക്യൂട്ടിലൂടെ പ്രൊപ്പഗേറ്റ് ചെയ്തു പോകുമ്പോൾ അതിനുണ്ടാകുന്നതായ ഡിലേ ആണ്. ദാറ്റ് ഈസ് ദി ആവറേജ് ടൈം ഫോർ എ സിഗ്നൽ ടു പ്രൊപ്പഗേറ്റ് ഫ്രം ഇൻപുട്ട് ടു ഔട്ട്പുട്ട്. സോ ഒരു ലോജിക് ഗേറ്റ്, ഏതൊരു ലോജിക് ഗേറ്റും ആവട്ടെ, ആൻഡ് ഗേറ്റോ ഓർ ഗേറ്റോ എക്സോർ ഗേറ്റോ ഏതൊരു ലോജിക് ഗേറ്റും ആവട്ടെ, ആ ലോജിക് ഗേറ്റിലൂടെ ഒരു സിഗ്നൽ പ്രൊപ്പഗേറ്റ് ചെയ്ത് പോകുമ്പോൾ ഇൻപുട്ടിൽ നിന്ന് ഔട്ട്പുട്ടിലേക്ക് ആ സിഗ്നൽ എത്താനായിട്ട് എത്ര സമയം എടുക്കുന്നു, എത്ര ആവറേജ് ഡിലേ എടുക്കുന്നു എന്നുള്ളതിനെയാണ് പ്രൊപ്പഗേഷൻ ഡിലേ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത് നമ്മളൊരു ആൻഡ് ഗേറ്റ് ആണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ആൻഡ് ഗേറ്റിൽ നമ്മൾ ഇൻപുട്ട് കൊടുത്തു, നമുക്കിവിടെ ഔട്ട്പുട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഇൻപുട്ട് കൊടുക്കുന്നതനുസരിച്ചിട്ട് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ കൊടുക്കുന്നത് ഒരു സിമ്പിൾ ഗേറ്റ് നമുക്ക് നോക്കാം. ഒരു ഇൻവെർട്ടറാണിത്. അപ്പോൾ ഒരു ഇൻപുട്ടും ഒരു ഔട്ട്പുട്ടും ആണ് അതിലുള്ളത്. അപ്പോൾ ഇതിൽ നമ്മൾ 1 കൊടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം ഇൻവെർട്ടർ ആയതുകൊണ്ട് 0 വരും. 0 കൊടുത്തു കഴിഞ്ഞാൽ 1 വരും. അപ്പോൾ നമ്മൾ 1 കൊടുത്തു കഴിഞ്ഞാൽ, ഇൻപുട്ട് 1 കൊടുത്തു കഴിഞ്ഞാൽ ആ 1 ഉടനെ തന്നെ നമുക്ക് 0 ആയിട്ട് കിട്ടണം. അതേപോലെ തന്നെ 0 കൊടുത്തു കഴിഞ്ഞാൽ ഉടനടി നമുക്ക് 1 കിട്ടണം. പക്ഷേ അത് കുറച്ച് ഡിലേ എടുത്തിട്ട്, കുറച്ച് താമസിച്ച് മാത്രമേ ഔട്ട്പുട്ടിലേക്ക് വരുള്ളൂ. അപ്പോൾ അതിനെയാണ് പ്രൊപ്പഗേഷൻ ഡിലേ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ടൈമിംഗ് ഡയഗ്രമാണിത്. അപ്പോൾ ഇവിടെ നമ്മളൊരു ഇൻപുട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇൻപുട്ട് കൊടുത്തു, ഇൻപുട്ട് കുറച്ച് നേരത്തേക്ക് ആ പൾസ് സസ്റ്റെയിൻ ചെയ്യുന്നുണ്ട്. ഇത് ലോജിക് ലെവൽ 0, ഇത് ലോജിക് ലെവൽ 1, വീണ്ടും ഇത് ലോജിക് ലെവൽ 0. അപ്പോൾ ലോജിക് ലെവൽ 0 ആണെന്നുണ്ടെങ്കിൽ ഒരു ഇൻവെർട്ടറിൻ്റെ കേസിൽ 0 കൊടുത്തു കഴിഞ്ഞാൽ നമുക്കവിടെ കിട്ടേണ്ടത് 1 ആണ്. ഇത് ഇവിടെ ഈ ഒരു പർട്ടിക്കുലർ ടൈമിലാണ് ആ സിഗ്നൽ 0യിൽ നിന്നും 1ലേക്ക് ട്രാൻസിറ്റ് ചെയ്ത് പോകുന്നത്. പക്ഷേ ആ അതേ ടൈമിൽ തന്നെ നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നില്ല. കുറച്ച് ഡിലേ എടുത്തിട്ടാണ്, ഇത്രയും ഡിലേ എടുത്തിട്ടാണ് നമുക്ക് ഔട്ട്പുട്ട് അതേസമയം 1ൽ നിന്ന് 0യിലേക്ക് പോകുന്നത്. അതേപോലെ തന്നെ ഇവിടെ നോക്കിയാൽ അറിയാം, ഇവിടെ നമുക്ക് കിട്ടുന്ന 1ൽ നിന്നും 0യിലേക്കുള്ള ട്രാൻസിഷൻ കഴിഞ്ഞ് ഇത്രയധികം സമയം കഴിഞ്ഞിട്ടാണ് വീണ്ടും അത് 0യിൽ നിന്നും 1ലേക്ക് ഔട്ട്പുട്ട് മാറുന്നത്. അപ്പോൾ ഈ ഒരു ടിപ്പിക്കൽ ടൈം ഡിലേ, ഇപ്പോൾ ഇതിൽ TPHL എന്ന് പറഞ്ഞാൽ ഹൈ ടു ലോ, ഔട്ട്പുട്ട് ഹൈയിൽ നിന്നും ലോയിലേക്ക് ചേഞ്ച് ചെയ്യാൻ എടുക്കുന്ന ടൈമാണ്. അതുപോലെ TPLH എന്ന് പറഞ്ഞാൽ പ്രൊപ്പഗേഷൻ ഡിലേ ഫ്രം ലോ ടു ഹൈ. അപ്പോൾ ഇത് രണ്ടുമാണ് ഏതൊരു സിഗ്നലിലും ഉണ്ടാകുന്ന 2 തരത്തിലുള്ള പ്രൊപ്പഗേഷൻ ഡിലേ. പ്രൊപ്പഗേഷൻ ഡിലേ ഫ്രം ഹൈ ടു ലോയും ലോ ടു ഹൈയും. ഈ ഡെഫിനിഷനും ഈ ഡയഗ്രവും വരച്ചു കഴിഞ്ഞാൽ 1 മാർക്ക് കിട്ടും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സബ് ക്വസ്റ്റ്യൻ ആണ് നോയ്സ് മാർജിൻ. സോ ദ മെഷർ ഓഫ് എ സർക്യൂട്ട്സ് നോയ്സ് ഇമ്മ്യൂണിറ്റി ഈസ് കോൾഡ് നോയ്സ് മാർജിൻ ആൻഡ് ഇറ്റ് ഈസ് എക്സ്പ്രസ്ഡ് ഇൻ വോൾട്ട്സ്. നോയ്സ് മാർജിൻ എന്ന് പറയുന്നത് ഒരു സർക്യൂട്ടിന് എത്രത്തോളം നോയ്സിനെ ഇമ്മ്യൂണിറ്റി ചെയ്യാനായിട്ട് അല്ലെങ്കിൽ പ്രതിരോധിക്കാനായിട്ട് സാധിക്കുന്നു എന്ന് വെച്ചാൽ അതിനെയാണ് നമ്മൾ നോയ്സ് മാർജിൻ എന്ന് പറയുന്നത്. അപ്പോൾ അത് വോൾട്ടിലാണ് എക്സ്പ്രസ് ചെയ്യുന്നത്. സോ നോയ്സ് ഇമ്മ്യൂണിറ്റിയുടെ മെഷറിനെയാണ് നോയ്സ് മാർജിൻ എന്ന് പറയുന്നത്. 2 തരം വാല്യൂസ് ആണ് നോയ്സ് മാർജിനിലുള്ളത്. ഒന്ന് ഹൈ ലെവൽ നോയ്സ് മാർജിൻ VNH,
ലോ ലെവൽ നോയ്സ് മാർജിൻ VNL. സോ നോയ്സ് മാർജിൻ എന്നുള്ളതിനെ VN ആണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. VNH എന്ന് പറഞ്ഞാൽ ഹൈ ലെവൽ നോയ്സ് മാർജിൻ, VNL എന്ന് പറഞ്ഞാൽ ലോ ലെവൽ നോയ്സ് മാർജിൻ. നെക്സ്റ്റ് വൺ ഫാൻ ഔട്ട്. ഇത് ഇമ്പോർട്ടൻറ്റ് ടേം ആണ്. ഫാൻ ഇൻ ഫാൻ ഔട്ട് എന്ന് പറയുന്ന ടേംസ് നമ്മളിതിൽ പഠിക്കുന്നുണ്ട് ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സിൽ. സോ ഇവിടെ തന്നിരിക്കുന്നത് ഫാൻ ഔട്ട് ആണ്. സോ ഫാൻ ഔട്ട് ഇസ് എ ലിമിറ്റ് ടു ദി നമ്പർ ഓഫ് ലോഡ് ഗേറ്റ് ഇൻപുട്സ് ദാറ്റ് എ ഗിവൺ ഗേറ്റ് ക്യാൻ ഡ്രൈവ് ആൻഡ് ദിസ് ലിമിറ്റ് ഇസ് കോൾഡ് ദി ഫാൻ ഔട്ട് ഓഫ് ദി ഗേറ്റ്. ഒരു ഗേറ്റ്, അത് ഏത് ഗേറ്റും ആവട്ടെ, ആ ഗേറ്റ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ആ ഗേറ്റിന് എത്രത്തോളം ലോഡുകളെ ഡ്രൈവ് ചെയ്യാൻ സാധിക്കും, അഥവാ അതിൻ്റെ ഔട്ട്പുട്ടിലേക്ക് എത്രയധികം ഗേറ്റുകൾ, നമുക്ക് പലതരത്തിലുള്ള ഗേറ്റുകൾ എത്ര എണ്ണം നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതിനെയാണ് ഫാൻ ഔട്ട് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഇറ്റ് ഈസ് എ നമ്പർ ഓഫ് ലോഡ് ഗേറ്റ് ഇൻപുട്സ് ദാറ്റ് എ ഗിവൺ ഗേറ്റ് ക്യാൻ ഡ്രൈവ്. എത്ര ഇൻപുട്ട് ലോഡ് ഗേറ്റുകൾ ഒരു പർട്ടിക്കുലർ ഗേറ്റിന് ഡ്രൈവ് ചെയ്യാൻ പറ്റും അതിൻ്റെ ഔട്ട്പുട്ടിൽ എന്നുള്ളതിനെയാണ് നമ്മൾ ഫാൻ ഔട്ട് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. The next question is draw the circuit diagram of a CMOS NOT gate and explain the working with truth table. Circuit diagram 1 mark, working 1 mark, truth table 1 mark. അപ്പോൾ 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണിത്. അപ്പോൾ അതിൽ നമുക്ക് ആദ്യം വേണ്ടത് CMOS NOT ഗേറ്റിൻ്റെ സർക്യൂട്ട് ഡയഗ്രാം, പിന്നെ അതിൻ്റെ വർക്കിംഗ്, അതിൻ്റെ ട്രൂത്ത് ടേബിൾ. അപ്പോൾ ഇവിടെ ഇതൊരു CMOS NOT ഗേറ്റ് എന്ന് പറഞ്ഞാൽ CMOS ഇൻവെർട്ടർ ആണ്. സോ CMOS ഇൻവെർട്ടറിൻ്റെ സർക്യൂട്ട് ഡയഗ്രാം ആണിത്. സോ ഒരു CMOS ഇൻവെർട്ടർ എങ്ങനെയാണ് ഉണ്ടാക്കുക? ഒരു PMOSും ഒരു NMOSും. ഇതാണ് സിമ്പിളായിട്ടുള്ളതിൻ്റെ ഡയഗ്രാം. നമ്മൾ മോസ് വരയ്ക്കുന്നത് ഇങ്ങനെയാണ്. സിമ്പിളായിട്ടൊരു മോസ് നമുക്കിങ്ങനെ വരയ്ക്കാം. ആ മോസിൻ്റെ ഗേറ്റിൽ 3 ടെർമിനൽസ് ആണ് അതിലുള്ളത്: ഡ്രെയിൻ, സോഴ്സ്, ഗേറ്റ്. സോ ഗേറ്റിലൊരു ബബിളായിട്ട് നമ്മൾ വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ അത് PMOS ആണ്. ഇതേപോലെ തന്നെ നമ്മൾ ബബിൾ ഒന്നും ഇല്ലാതെ വരയ്ക്കുകയാണെങ്കിൽ അതിനെ നമുക്ക് NMOS എന്ന് വിളിക്കും. സോ എപ്പോഴും ഒരു CMOS ഇൻവെർട്ടറിൽ നമ്മൾ കണക്ട് ചെയ്യുമ്പോൾ ടോപ്പിൽ അല്ലെങ്കിൽ മുകൾ ഭാഗത്തായിട്ട് PMOSും താഴെ ഭാഗത്തായിട്ടാണ് നമ്മളെപ്പോഴും NMOS കണക്ട് ചെയ്യുന്നത്. സോ അപ്പർ വൺ വിൽ ബി ഓൾവേസ് PMOS ആൻഡ് ദ ലോവർ വൺ വിൽ ബി ഓൾവേസ് NMOS. ഇനി ഇതിൻ്റെ രണ്ടിൻ്റെയും ഗേറ്റ് നമ്മൾ കോമൺ ആയിട്ട് കണക്ട് ചെയ്യുന്നു. ദെൻ സോഴ്സ് ഗ്രൗണ്ട് ചെയ്യുന്നു. ഡ്രെയിനിലേക്ക്, അത് ഏത് മോസിൻ്റെയാണ്, PMOSൻ്റെ മാത്രമാണ് ഡ്രെയിൻ നമുക്ക് മുകളിലേക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നത്. അവിടെ സോഴ്സ് VDD എന്ന് പറഞ്ഞാൽ സോഴ്സ് വോൾട്ടേജ് അപ്ലൈ ചെയ്യുന്നു. ഇവിടെ NMOSൻ്റെ സോഴ്സ് നമ്മളെടുത്ത് ഗ്രൗണ്ട് ചെയ്യുന്നു. PMOSൻ്റെ ഡ്രെയിൻ ആണ് നമ്മൾ VDD ആയിട്ട് അപ്ലൈ ചെയ്യുന്നത്. ഇത്രയാണ് ഓവറോൾ സർക്യൂട്ട് ഡയഗ്രാം എന്ന് പറയുന്നത്. CMOS ഇൻവെർട്ടറിൻ്റെ ഒരു PMOSും ഒരു NMOSും കണക്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ CMOS. അപ്പോൾ ഇതിൽ നമുക്ക് അപ്പർ പാർട്ടിൽ PMOSും ലോവർ എൻഡിൽ NMOSും ഉണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ PMOSൻ്റെ ഡ്രെയിൻ സപ്ലൈയിലേക്ക് കണക്ട് ചെയ്തു. ഇവിടെ കോമൺ സോഴ്സ് എന്ന് പറയുന്നത്, CMOSൻ്റെ സോഴ്സ് എന്ന് പറയുന്നത് ഇവിടുത്തെ NMOSൻ്റെ സോഴ്സാണ്. അതുപോലെ തന്നെ ഗേറ്റ് കോമൺ ആയിട്ട് നമ്മൾ കണക്ട് ചെയ്തിരിക്കുക. PMOSൻ്റെ NMOSൻ്റെയും കോമൺ ആയിട്ട് ഗേറ്റ് കണക്ട് ചെയ്ത് VX ഇൻപുട്ട് കൊടുത്തു. ഔട്ട്പുട്ട് നമ്മൾ ഇതേപോലെ തന്നെ ഇതിൻ്റെ സോഴ്സും ഇതിലെ ഡ്രെയിനും NMOSൻ്റെ ഡ്രെയിനും കൂടി കണക്ട് ചെയ്തിട്ട് കോമൺ ആയിട്ടുള്ള ഔട്ട്പുട്ട് എടുത്തു. ഇനി നമുക്ക് അതിൻ്റെ ഡെഫിനിഷൻ നോക്കാം. സോ കോംപ്ലിമെൻ്ററി MOS ഓർ CMOS ലോജിക് യൂസസ് ദ MOSFET ഇൻ കോംപ്ലിമെൻ്ററി പെയർസ്. കോംപ്ലിമെൻ്ററി പെയർസ് ആയിട്ടാണ് ഇത് PMOSും NMOSും കണക്ട് ചെയ്യുകയാണ്. സോ ഇറ്റ്സ് എ കോംപ്ലിമെൻ്ററി പെയർ. ആസ് ഇറ്റ്സ് ബേസിക് എലമെൻറ്റ്, എ കോംപ്ലിമെൻ്ററി പെയർ യൂസസ് ബോത്ത് N ചാനൽ ആൻഡ് P ചാനൽ എൻഹാൻസ്മെൻറ്റ് MOSFETs. അപ്പോൾ PMOS അഥവാ P ചാനൽ MOSFET, NMOS അഥവാ N ചാനൽ MOSFET. അപ്പോൾ ഇത് രണ്ടും കോംപ്ലിമെൻ്ററി പെയർസായിട്ട് കണക്ട് ചെയ്യുന്നതിനെയാണ് CMOS എന്ന് പറയുന്നത്. സോ ഇതാണ് നമ്മൾ നേരത്തെ കണ്ട ഡയഗ്രാം. PMOS ഉണ്ട്, താഴെ NMOS, കോമൺ ആയിട്ട് ഗേറ്റ് കണക്ട് ചെയ്തിട്ട് ഇൻപുട്ട് കൊടുക്കുന്നു. അതുപോലെ ഔട്ട്പുട്ട് സൈഡ് നമ്മൾ കോമൺ ആയിട്ട് എടുക്കുന്നു. അപ്പോൾ ഇങ്ങനെ എടുക്കുന്നതിൻ്റെ ട്രൂത്ത് ടേബിൾ. ഇപ്പോൾ ഇവിടെ ഇൻപുട്ട് നമ്മൾ കൊടുത്തിരിക്കുന്ന 2 കോമ്പിനേഷനാണ്, 0ഉം 1ഉം. Q1 Q2 എന്നുള്ളതിൻ്റെ സ്റ്റേറ്റ്സ് ആണ്. CMOSൻ്റെ 2 സ്റ്റേറ്റ്സ് ആണ് Q1 Q2 എന്ന് കാണിച്ചിരിക്കുന്നത്. ദെൻ F ഇത് ഔട്ട്പുട്ടാണ്. അപ്പോൾ ഇവിടെ നമ്മൾ Q1 Q2 എന്ന് പറഞ്ഞ് കാണിച്ചിരിക്കുന്ന 2 സ്റ്റേറ്റ്സ് ഇവിടുത്തെ PMOSൻ്റെയും NMOSൻ്റെയും സ്റ്റേറ്റ് എങ്ങനെയാണെന്നാണ് കാണിച്ചിരിക്കുന്നത്. സോ Q1 എന്ന് പറഞ്ഞ് കാണിച്ചിരിക്കുന്ന ട്രാൻസിസ്റ്റർ അഥവാ
Q1 എന്ന് വന്ന് കാണിച്ചിരിക്കുന്ന മോസ് നമ്മുടെ പി മോസ് ആണ്, ഇത് എൻ മോസ് ആണ്. സോ X0 ഇൻപുട്ട് 0 കൊടുത്തു കഴിയുമ്പോൾ Q1 എങ്ങനെയായിരിക്കും, Q2 എങ്ങനെയായിരിക്കും എന്ന് നോക്കാം. ഈ പി മോസിൻ്റെ വർക്കിംഗ് ജനറലായിട്ട് പറഞ്ഞാൽ ഇതാണ് അതിൻ്റെ സ്ട്രക്ചർ. അപ്പോൾ ഇവിടെ നമ്മൾ ഡ്രെയിൻ വോൾട്ടേജ്, ഇത് സോഴ്സ് കോമൺ ആയിട്ട് ഗ്രൗണ്ട് ചെയ്തു. ഇവിടെ പി മോസിൽ നമ്മളൊരു ഇൻപുട്ട് കൊടുക്കുകയാണെങ്കിൽ പി മോസിൽ നമ്മൾ 0 കൊടുത്തു കഴിഞ്ഞാൽ അതൊരു ഗേറ്റ് വോൾട്ടേജ് നമ്മൾ അപ്ലൈ ചെയ്യുകയാണ്. ആ ഗേറ്റ് വോൾട്ടേജ് 0 ആവുന്ന കേസിലാണ് ഇതിൻ്റെ ഔട്ട്പുട്ട്, അഥവാ നമ്മൾ ഇവിടെ എടുക്കുകയാണെന്ന് വിചാരിക്കും. ഓക്കെ, ദിസ് ഇസ് VDD. ഇവിടെ നിന്ന് നമ്മൾ ഔട്ട്പുട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ ഔട്ട്പുട്ട് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ 0 അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഔട്ട്പുട്ട് 0 ആയിരിക്കില്ല, ഇൻവെർട്ട് ചെയ്തിട്ട് 1 ആയിരിക്കും. അതായത് 0 വോൾട്ടേജ്, ഗേറ്റ് വോൾട്ടേജ് ഇല്ലാത്ത സമയത്ത്, ഗേറ്റ് വോൾട്ടേജ് നമ്മൾ അപ്ലൈ ചെയ്യാത്ത സമയത്ത് നോർമലി ഓൺ ആയിട്ടിരിക്കുകയാണ് പി മോസ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് 0 അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 1 ആണ് കിട്ടുന്നത്. അതേസമയം എൻ മോസിൻ്റെ കേസിൽ ഇത് പി മോസ് ആണ്. ഇഫ് യു ലുക്ക് അറ്റ് എൻ മോസ്, ഇതേപോലെ ഗ്രൗണ്ട് ചെയ്തിരിക്കുകയാണ് നമ്മൾ. ദിസ് ഇസ് ഗ്രൗണ്ട്, ഇവിടെ സപ്ലൈ, ഇവിടെ നമ്മൾ ഗേറ്റ് വോൾട്ടേജ് കൊടുത്തിട്ടുണ്ട്. സോ ഗേറ്റ് വോൾട്ടേജ് കൊടുക്കുമ്പോൾ ഇവിടെ നമ്മൾ ഇതേപോലെ തന്നെ 0 കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഔട്ട്പുട്ട് ഒന്നും ഉണ്ടാവില്ല. ഓക്കെ, യുവർ ഔട്ട്പുട്ട് വിൽ ബി ഓൾവേസ് 0 എൻ മോസിൽ. അതേസമയം പി മോസിൻ്റെ കേസിൽ നമ്മളിവിടെ 1 കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഔട്ട്പുട്ട് നമുക്ക് 0 ആയിരിക്കും. ഇവിടെ അതേസമയം VG, അതായത് ഗേറ്റ് വോൾട്ടേജ് നമ്മൾ 1 കൊടുത്താൽ ഇവിടെ ഔട്ട്പുട്ട് 1 ആയിരിക്കും. അപ്പോൾ എൻ മോസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഗേറ്റ് വോൾട്ടേജ് ഒരു മിനിമം വോൾട്ടേജ് എബോ ത്രെഷോൾഡ് കൊടുത്താൽ മാത്രമാണ് എന്ത് വർക്ക് ചെയ്യുള്ളൂ, എൻ മോസ് വർക്ക് ചെയ്യുള്ളൂ. പക്ഷേ പി മോസിൻ്റെ കേസിൽ നേരെ തിരിച്ചാണ്. നമ്മൾ ഗേറ്റ് വോൾട്ടേജ് 0 ആയിരിക്കുന്ന ടൈമിലാണ് ഇത് നോർമലി ഓൺ ആയിരിക്കുക. സമയം നമ്മൾ ഗേറ്റ് വോൾട്ടേജ് കൊടുക്കുന്ന ടൈമിൽ അത് നോർമലി മീൻസ് അത് ഓഫ് ആയിട്ടാണ് ഇരിക്കുക. ഇതാണ് ഇതിൻ്റെ ബേസിക് വർക്കിംഗ്. ഇനി നമുക്കിതിവിടെ അപ്ലൈ ചെയ്ത് നോക്കാം. സോ ഗേറ്റിൽ 0 നമ്മൾ കൊടുക്കുമ്പോൾ ഈ 0 രണ്ടിലേക്കും കിട്ടുന്നുണ്ട്. പി മോസിന് 0 കിട്ടുന്നുണ്ട്, ഇതിന് 0 കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്കറിയാം 0 കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു പർട്ടിക്കുലർ എൻ മോസ് എങ്ങനെയായിരിക്കും, ഓഫ് സ്റ്റേറ്റിലായിരിക്കും. സോ ഇത് വർക്ക് ചെയ്യില്ല. ഇനി പി മോസിൻ്റെ കേസിൽ എങ്ങനെയാണ്, അത് 0 കൊടുത്താലേ വർക്ക് ചെയ്യുള്ളൂ. സോ 0 കൊടുത്തു കഴിഞ്ഞാൽ ഇത് വർക്ക് ചെയ്യും. സോ Q1 എന്ന് പറയുന്നത് ഫസ്റ്റ് മോസ് പി മോസും ഇത് എൻ മോസും ആണ്. ദിസ് ഇസ് പി മോസ് ആൻഡ് ദിസ് ഇസ് എൻ മോസ്. സോ ഈ പി മോസിൻ്റെ കേസിൽ നമുക്കറിയാം ഇത് വർക്ക് ചെയ്യുമ്പോൾ പി മോസ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് ഇത് മീൻസ് ഓൺ ആണ്. സോ ഔട്ട്പുട്ട് 1 ആണ്. എൻ മോസിൻ്റെ കേസിൽ ഓഫാണ്. അപ്പോൾ ഇത് ഒന്ന് ഓണും ഇത് ഓഫും ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ഇപ്പോൾ ഒരു പി മോസ് ഓൺ ആകുക മീൻസ് ഒരു സ്വിച്ച് ഓൺ ആവുന്ന പോലെ തന്നെയാണിത്. ഇതാണ് ഇപ്പോൾ ഒരു സ്വിച്ച്. ഈ ഒരു സ്വിച്ച് ഓൺ ആയിട്ടിരിക്കുക മീൻസ് അതിങ്ങനെ ഷോർട്ട് ആവുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇവിടെയുള്ള സ്വിച്ച് എങ്ങനെയായിരിക്കും, ഓൺ ആയിരിക്കും. അതേസമയം എൻ മോസിൻ്റെ കേസിലോ അത് ഓഫായിരിക്കും. ഓക്കെ, ഇവിടെ ഓണും ഇവിടെ ഓഫും ആയിരിക്കും. അപ്പോൾ ഈ പോകുന്ന ഡ്രെയിൻ വോൾട്ടേജ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇതിന് എക്രോസ് ആയിട്ട് നമുക്കൊരു കറണ്ട് ഫ്ലോ ഉണ്ടാവണമല്ലോ. സോ ഡ്രെയിനിൽ കൂടി പാസ് ചെയ്യുന്ന കറണ്ട് ഒരിക്കലും ഗ്രൗണ്ട് ചെയ്ത് പോകില്ല. ഗ്രൗണ്ട് ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിലാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, ഇതിന് എക്രോസ് ആയിട്ട് കറണ്ട് ഫ്ലോ ഉണ്ടെന്ന് പറയാൻ പറ്റുക. പക്ഷേ ഇവിടെ അപ്ലൈ ചെയ്യുന്ന വോൾട്ടേജ് മൊത്തം ഇതിന് എക്രോസ് ആയിട്ട് കറണ്ട് ഇങ്ങനെ ഫ്ലോ ചെയ്യും. ഓക്കെ, സോ ഈ ഔട്ട്പുട്ടിൽ നമുക്ക് കിട്ടുന്നത് 1 ആയിരിക്കും. കാരണം ഇത് ഷോർട്ടായി താഴത്തേക്ക് പോവില്ല ഈ ഒരു പാത്തിൽ കൂടി. കാരണം ഇത് ഓപ്പൺ ആണല്ലോ, സ്വിച്ച് ഓപ്പൺ ആയതുകൊണ്ട് തന്നെ കറണ്ട് ഇങ്ങനെ ഫ്ലോ ചെയ്യും. സോ ഇവിടെ നമുക്ക് ഔട്ട്പുട്ട് 1 കിട്ടും. അങ്ങനെയാണ് ഇവിടെ 1 വരുന്നത്. നെക്സ്റ്റ് കേസിൽ നമുക്ക് X1 കൊടുത്തു നോക്കാം. സോ X1 കൊടുക്കുമ്പോൾ X = 1. 1 കൊടുക്കുന്ന കേസിൽ എങ്ങനെയായിരിക്കും, പി മോസ് ഓഫ് സ്റ്റേറ്റിലായിരിക്കും. ഇവിടെ 1 കൊടുക്കുന്ന കേസിൽ ഇവിടെയും 1 ഇവിടെയും 1. സോ ഇത് ഓൺ ആയിരിക്കും. സോ ഇതൊരു ക്ലോസ്ഡ് സ്വിച്ചായിട്ട് വർക്ക് ചെയ്യും. ഇത് അതേസമയം ഒരു ഓപ്പൺ സ്വിച്ചായിട്ട് വർക്ക് ചെയ്യും. സോ ഇത് ഓപ്പൺ സ്വിച്ചായിട്ട് വർക്ക് ചെയ്യാൻ മീൻസ് ഇവിടെ കൊടുക്കുന്ന ഡ്രെയിൻ വോൾട്ടേജ്
ഇതിൽ കൂടി കറണ്ട് ഫ്ലോ ചെയ്യില്ല, കാരണം ഇതൊരു ഓപ്പൺ സ്വിച്ച് ആണ്. സോ കറണ്ട് വിൽ നോട്ട് പാസ്. അതേസമയം ഇവിടെ എങ്ങനെയാണ്, ഇവിടെ അതൊരു ക്ലോസ്ഡ് സ്വിച്ച് ആണ്. പക്ഷേ ക്ലോസ്ഡ് സ്വിച്ച് ആണെങ്കിലും ഔട്ട്പുട്ടിൽ നമുക്ക് എന്തെങ്കിലും വരണം എന്നുണ്ടെങ്കിൽ ഈ ഡ്രെയിനിൽ കൊടുത്ത വോൾട്ടേജ് വഴി മാത്രമേ കറണ്ട് ഫ്ലോ ചെയ്താൽ നമുക്ക് ഔട്ട്പുട്ടുള്ളൂ. ഇത് ഓപ്പൺ ആയിരുന്നത് കൊണ്ട് കാര്യമില്ല. ഇവിടെ നമുക്ക് കൊടുത്ത സപ്ലൈ വോൾട്ടേജിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കറണ്ട് ഫ്ലോ വേണം. അപ്പോൾ അത് ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ഔട്ട്പുട്ട് എന്തായിരിക്കും? 0 ആയിരിക്കും. സോ യുവർ ഔട്ട്പുട്ട് 0. സോ ഇതാണ് അതിൻ്റെ വർക്കിംഗ്. PMOSും NMOSും ഒരേ ടൈമിൽ കോംപ്ലിമെൻ്ററി വർക്കിംഗ് ആയിരിക്കും. അതായത് ഒന്ന് ഓൺ ആകുമ്പോൾ മറ്റേത് ഓഫ് ആയിരിക്കും, ഒന്ന് ഓഫ് ആകുമ്പോൾ മറ്റേത് ഓൺ ആയിരിക്കും. സോ സിമ്പിൾ വർക്കിംഗ് ആണ് അതിൻ്റെ. 3 മാർക്സ് ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് വർക്കിംഗ് ഓഫ് CMOS നോട്ട് ഗേറ്റ്. ഇതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് വെച്ചാൽ പറയാം. ഇപ്പോൾ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത അതേ കാര്യം തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. CMOS ഇൻവെർട്ടർ സർക്യൂട്ട് ഡയഗ്രാം ഇവിടെ കാണിച്ചിട്ടുണ്ട്. ജനറൽ CMOS ഇൻവെർട്ടർ സ്ട്രക്ചർ കോമ്പിനേഷൻ ഓഫ് ബോത്ത് PMOS ആൻഡ് NMOS ട്രാൻസിസ്റ്റർ. PMOS ടോപ്പിലും NMOS ബോട്ടമാണ്. ടോപ്പിൽ PMOSും NMOS ബോട്ടത്തിലുമാണ്. When low input voltage is given to CMOS inverter, PMOS transistor is in the switched on state. അപ്പോൾ ലോ ഇൻപുട്ട് വോൾട്ടേജ് ആണ് നമ്മളിവിടെ ലോജിക് 0 ആയിട്ട് കാണിച്ചത്. PMOS ഓൺ സ്റ്റേറ്റിലായിരിക്കും. അതുപോലെ NMOS അപ്പോൾ ഓഫ് സ്റ്റേറ്റിലായിരിക്കും. NMOS will be in the off state. അപ്പോൾ അങ്ങനെ സംഭവിക്കുമ്പോൾ ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ് ത്രൂ ദി ഗേറ്റ് ടെർമിനൽ വിൽ ഹാപ്പൻ ആൻഡ് ജനറേറ്റ് ഹൈ ഔട്ട്പുട്ട് വോൾട്ടേജ്. സോ നമ്മുടെ ഔട്ട്പുട്ട് എന്തായിരിക്കും? ഔട്ട്പുട്ട് 1 ആയിരിക്കും. അപ്പോൾ നമുക്കിവിടെ ചെറുതായിട്ട് എഴുതാം. Vx എന്ന് പറയുന്നത് 0 ആകുന്ന കേസിൽ PMOS ഓണും NMOS ഓഫുമാണ്. സോ VF എന്ന് പറയുന്നത് എന്തായിരിക്കും? ലോജിക് 1 ആയിരിക്കും. ഓക്കെ, ഇതേപോലെ തന്നെ Vx 1 ആവുന്ന കേസിൽ PMOS ഓഫായിരിക്കും, NMOS ഓൺ ആയിരിക്കും. സോ VF എന്ന് പറയുന്നത് 0 ആയിരിക്കും. ഓക്കെ, അത് തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. വെൻ ഹൈ ഇൻപുട്ട് വോൾട്ടേജ് ദാറ്റ് ഇസ് 1 is given to CMOS inverter, PMOS transistor will be off, NMOS transistor will be on, avoiding as many electrons from attaining the output voltage and generating the low logic output voltage. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് 0 ആയിരിക്കും. ഓക്കെ, ഈ ലോജിക്ക് അറിയാമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സെൻറ്റൻസ് ആയിട്ട് വേഗം അത് എഴുതാൻ പറ്റും. നെക്സ്റ്റ് പാർട്ട് B, 19th question. Describe the working of a 2-bit TTL NAND gate with totem pole configuration. 8 marks ആണ് ക്വസ്റ്റിന്. ആൻഡ് ദ സബ് ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ ദി വർക്കിംഗ് ഓഫ് എ ട്രാൻസിസ്റ്റർ ലെവൽ CMOS NOR ഗേറ്റ്. അതും 6 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇതിൽ TTL നിന്നും CMOS നിന്നുമാണ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്കൊരു സെക്ഷനും വിട്ട് കളയാൻ പറ്റില്ല. TTLൻ്റെ കൂട്ടം തന്നെയാണ് CMOS ചോദിച്ചിരിക്കുന്നത്. ദെൻ 20th question, A part, describe the working of a tri-state TTL inverter. Then B section is explain the working of a transistor level CMOS NAND gate. ഇവിടെ CMOS NOR, അതേപോലെ തന്നെ അടുത്ത ക്വസ്റ്റ്യൻ ഓർ ചോയ്സ് ഉള്ളത് CMOS NAND ഗേറ്റ് ആണ്. അതും 6 മാർക്കിനാണ് ചോദിച്ചിരിക്കുന്നത്. സോ 14 മാർക്കിന് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യനിൽ എന്തായാലും TTL CMOSും വരും. സ്കിപ്പ് ചെയ്യാതെ അത് പഠിക്കുക. സോ വിൽ സി ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. First, describe the working of a 2-bit TTL NAND gate with a totem pole configuration. ഇപ്പോൾ 2-bit TTL NAND gate totem pole configurationൽ വർക്ക് ചെയ്യിപ്പിക്കുന്നതാണ്. അതിൽ 5 മാർക്ക്. അപ്പോൾ അതിൻ്റെ ഡയഗ്രത്തിന്, സർക്യൂട്ട് ഡയഗ്രത്തിന് 3 മാർക്കും ഉണ്ട്. സോ നമുക്ക് ഫസ്റ്റ് അതിൻ്റെ സർക്യൂട്ട് ഡയഗ്രാം നോക്കാം, അതിനുശേഷം വർക്കിംഗ് നോക്കാം. സോ ഇതാണ് ഒരു TTLൻ്റെ ടോട്ടം പോൾ കോൺഫിഗറേഷൻ. ഓക്കെ, ഇപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ കൊടുത്തിരിക്കുന്നത് വായിക്കുക നന്നായിട്ട്. TTL NAND ഗേറ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. TTL NAND ഗേറ്റ് ഇൻ ടോട്ടം പോൾ കോൺഫിഗറേഷൻ. അപ്പോൾ ഇതൊരു TTL NAND ഗേറ്റിൻ്റെ സർക്യൂട്ടാണ്. TTL എന്ന് പറഞ്ഞാൽ ട്രാൻസിസ്റ്റർ ലോജിക്കാണ്. സോ ട്രാൻസിസ്റ്റർ ലോജിക്കിൻ്റെ ടോട്ടം പോൾ കോൺഫിഗറേഷനാണിത്. സോ ടോട്ടം പോൾ കോൺഫിഗറേഷനിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ സർക്യൂട്ടിൽ 4 ട്രാൻസിസ്റ്റേഴ്സ് കാണാം. ഇത് ഫസ്റ്റ് ട്രാൻസിസ്റ്റർ Q1, സെക്കൻഡ് ട്രാൻസിസ്റ്റർ Q2, തേർഡ് ട്രാൻസിസ്റ്റർ Q3, ഫോർത്ത് ട്രാൻസിസ്റ്റർ Q4. സോ ഇവിടെ നമ്മൾ കൊടുത്തിരിക്കുന്നത് 3 സെക്ഷൻസ് ഇതിൽ നമുക്ക് കാണാൻ പറ്റും. ഫസ്റ്റ് മൾട്ടിപ്പിൾ എമിറ്റർ ഇൻപുട്ട് രീതിയിലാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. ഫസ്റ്റ് ട്രാൻസിസ്റ്ററിൽ 2 ഇൻപുട്ടുകൾ കൊടുത്തിട്ടുണ്ട്. എമിറ്റർ പോർഷനിലാണ് കൊടുത്തിരിക്കുന്നത്. ട്രാൻസിസ്റ്ററിൻ്റെ എമിറ്ററിൽ 2 ഇൻപുട്ട് കൊടുത്തിട്ടുണ്ട്. മൾട്ടിപ്പിൾ എമിറ്റർ ഇൻപുട്ടാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ മേലത്തെ സെക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഫേസ് സ്പ്ലിറ്റർ ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. നമ്മൾ സപ്ലൈ വോൾട്ടേജ് കൊടുത്തിരിക്കുന്നതാണ് VCC. ദെൻ ഔട്ട്പുട്ട് പാർട്ടിൽ
ലോവർ പാർട്ടിൽ നമ്മൾ ഗ്രൗണ്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ നിന്നാണ് നമ്മൾ ഔട്ട്പുട്ട് എടുക്കുന്നത്. അപ്പോൾ ഇത് നമ്മുടെ ഇൻപുട്ട്സും ഇത് നമ്മുടെ ഔട്ട്പുട്ടുമാണ്. സോ ഇവിടെ ഫസ്റ്റ് നമ്മൾ ഇവിടെ ഇൻപുട്ട് കൊടുക്കുകയാണ്. ഓക്കെ, ഇപ്പം നമുക്ക് 3 രീതിയിലാണ് വർക്ക് ചെയ്യിപ്പിക്കാൻ പറ്റുക. ഒന്ന്, ഇൻപുട്ട് എയും ബിയും നമ്മൾ ലോ ആയിട്ട് കൊടുക്കുക, രണ്ടും ലോ ആയിട്ട് കൊടുക്കുക. എയും ബിയും രണ്ടും ലോ ആയിട്ട് കൊടുക്കുക. നെക്സ്റ്റ് എ ഓർ ബി ഏതെങ്കിലും ഒന്ന് നമ്മൾ ഹൈ ആയിട്ട് കൊടുക്കുക. നെക്സ്റ്റ് കേസ് എയും ബിയും രണ്ടും ഹൈ ആയിട്ട് കൊടുക്കുക. ഇങ്ങനെ 3 കണ്ടീഷനിൽ നമ്മൾ വർക്ക് ചെയ്യിപ്പിക്കുകയാണിത്. ഓക്കെ, നമുക്കതിൻ്റെ വർക്കിംഗ് നോക്കാം. സോ ഫസ്റ്റ് കേസിൽ എ ആൻഡ് ബി ബോത്ത് ലോ, രണ്ടും ലോ ആവുന്ന കണ്ടീഷൻ. നമ്മളിവിടെ എമിറ്റർ ബേസ് ജംഗ്ഷൻ ഓഫ് Q1 അപ്പ് ഫോർവേഡ് ബയസ് ആവുകയാണ്. Q1 ഇസ് ഫോർവേഡ് ബയാസ്, ദാറ്റ് മീൻസ് Q1 ഓൺ ആണ്. Q1 ഓൺ ആണ്. സോ എന്ത് സംഭവിക്കുന്നു, D2ഉം D3യും അവിടെ കണ്ടക്ട് ചെയ്തിട്ട് 0.7 വോൾട്ട് സി എന്ന് പറയുന്ന പോയിന്റിൽ ഉണ്ടാവുന്നുണ്ട്. സോ അവിടെ D1ഉം D2ഉം D3 ആണ് അവിടെ കണ്ടക്ട് ചെയ്യുന്നത്. സോ D2 D3 കണ്ടക്ട് ചെയ്തിട്ട് സി എന്ന് പറയുന്ന പോയിന്റിൽ 0.7 വോൾട്ട് ഉണ്ടാവുന്നുണ്ട്. ദെൻ അപ്പോൾ എന്താ സംഭവിക്കുക, ദിസ് വോൾട്ടേജ് ഇസ് ഇൻസഫിഷ്യൻറ്റ് ടു ഫോർവേഡ് ബയാസ് ബി ഈ ജംഗ്ഷൻ ഓഫ് Q2 എന്ന് പറയുന്ന ട്രാൻസിസ്റ്റർ ആ പോയിന്റിലുണ്ട്. സോ ആ Q2 ട്രാൻസിസ്റ്ററിൻ്റെ ബേസിലേക്ക് അത്രയും വോൾട്ടേജ് ഇൻസഫിഷ്യൻ്റ് ആണ് ഇതിൻ്റെ ഫോർവേഡ് ബയാസ്. സോ Q2 ഓഫ് ആവും. ഓക്കെ, Q2 ഓഫാണ്, Q1 ഓൺ ആണ്, Q2 ഓഫാണ്. ദെയർഫോർ ഇറ്റ്സ് കളക്ടർ വോൾട്ടേജ് റൈസസ് ടു VCC. നമുക്കറിയാം ഒരു ട്രാൻസിസ്റ്ററിൻ്റെ വർക്കിങ്ങിൽ അതിൻ്റെ ബേസ് വോൾട്ടേജ്, ബേസ് എമിറ്റർ എന്ന് പറയുന്നത് ഫോർവേഡ് ബയസ്ഡ് ആണെന്നുണ്ടെങ്കിൽ അത് കണ്ടക്ട് ചെയ്യും. ഇപ്പോൾ ഇതാണൊരു ട്രാൻസിസ്റ്റർ എങ്കിൽ ഞാനൊരു NPN ട്രാൻസിസ്റ്റർ കണക്ട് ചെയ്യുകയാണ്. ഇത് എമിറ്റർ, ഇത് ബേസ്, ഇത് കളക്ടർ. ഇവിടെ നമ്മൾ വോൾട്ടേജ് കൊടുത്തിരിക്കുകയാണെന്ന് വിചാരിക്കുക. ഇത് നമ്മൾ ബയസ് ചെയ്തു, ബേസ് എമിറ്ററിന് എക്രോസ് ആയിട്ടൊരു സഫീഷ്യൻറ്റ് വോൾട്ടേജ് വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, ഈ ട്രാൻസിസ്റ്റർ കണ്ടക്ട് ചെയ്യും. ട്രാൻസിസ്റ്റർ കണ്ടക്ട് ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് അതിന് എക്രോസ് ആയിട്ട് കറണ്ട് ഫ്ലോ ചെയ്യുന്നത്. അപ്പോൾ അത് കണ്ടക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഔട്ട്പുട്ടിൽ നമുക്ക് കറണ്ട് അതായത് ഒരു എക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് ഉള്ളത് കൊണ്ട് തന്നെ കറണ്ട് ഫ്ലോ ചെയ്യും. സോ ഔട്ട്പുട്ടിൽ നമുക്ക് കറണ്ട് ലോ ആയിരിക്കും. ഓക്കെ, അതേസമയം ട്രാൻസിസ്റ്റർ ഓഫ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഔട്ട്പുട്ട് എക്രോസ് ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ വോൾട്ടേജ് കൂടുതലായിരിക്കും. അപ്പോൾ അതേ കേസ് നമ്മളിവിടെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഓഫ് ആയിരിക്കുന്നത് കൊണ്ട് തന്നെ കളക്ടർ വോൾട്ടേജ് റൈസസ് ടു VCC. ഓക്കെ, സോ ഓഫ് ആയിട്ടിരിക്കുന്ന ട്രാൻസിസ്റ്ററിൻ്റെ കറസ്പോണ്ടിങ് കളക്ടർ വോൾട്ടേജ് എന്ന് പറയുന്നത് VCC ആയിരിക്കും. അപ്പോൾ ഈ Q2ൻ്റെ കളക്ടർ വോൾട്ടേജ് എന്ന് പറയുന്നത് VCC ആണ്. ഇനി അതിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്നത് Q3 ആണ്. സോ Q3യും ഇതുപോലെ തന്നെ ഒരു എമിറ്റർ ഫോളോവർ മോഡിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്. സോ ഇത് ശ്രദ്ധിക്കുക, Q3 ഒരു എമിറ്റർ ഫോളോവർ മോഡിലാണ് വർക്ക് ചെയ്യുന്നത്. സോ എമിറ്റർ ഫോളോവർ മോഡിൽ വർക്ക് ചെയ്യുന്നത് കൊണ്ട് തന്നെ അതിൻ്റെ ഔട്ട്പുട്ട് ഒരു ഹൈ വോൾട്ടേജിലേക്ക് പുള്ളപ്പ് ചെയ്യുന്നു. ഓക്കെ, അതൊരു എമിറ്റർ ഫോളോവർ മോഡ്, എമിറ്ററിൽ എന്താണോ ഉള്ളത് അത് തന്നെ അതിൻ്റെ ഔട്ട്പുട്ടിലേക്ക് വരും. സോ എമിറ്റർ ഫോളോവർ മോഡിൽ വർക്ക് ചെയ്യുന്നത് കൊണ്ട് തന്നെ Q3യുടെ ഔട്ട്പുട്ട് 1 ആയിരിക്കും. അപ്പോൾ ഇവിടെ നമ്മൾ Q1, Q2, Q3 ഒന്ന് സമ്മറൈസ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നമുക്കറിയാം Q1 AB ലോ ആയിരിക്കുന്ന കേസിൽ Q1 ഓൺ ആണ്, അതേസമയം Q2 ഓഫ് ആണ്, Q3 ഓൺ ആണ്. ഇവിടെ ഇത്രയും കാര്യങ്ങളാണ് പറയുന്നത്. സോ ടോട്ടൽ ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത് 1 ആയിരിക്കും. ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 1 ആണ്. ഓക്കെ, ഇനി അടുത്തത് A ഓർ B ലോ ആയിരിക്കുന്ന കണ്ടീഷൻ. സോ ഇത് നമുക്കൊന്ന് ജസ്റ്റ് ഫിഗർ വെച്ചിട്ട് നോക്കാം. ഇവിടെ രണ്ടും ലോ ആയിരിക്കുന്ന കണ്ടീഷനിൽ ഈ എമിറ്റർ ബേസ് ബയാസ് ആണ് ഫോർവേഡ് ബയാസ്ഡ് ആവുന്നത്. ഇവിടെ ലോ ആയിരിക്കുന്ന സമയത്ത് ഇവിടെ കൊടുത്തിരിക്കുന്ന VCC ഈ എമിറ്റർ ബേസിന് എക്രോസ് ആണ് വോൾട്ടേജ് ഡെവലപ്പ് ചെയ്യുന്നത്. സോ ഇവിടെ എമിറ്റർ ബേസ് വോൾട്ടേജ് ഒരു ഫോർവേഡ് ബയാസ് തന്നെയാണ്. ഓക്കെ, കാരണം ബേസ് എമിറ്റർ വോൾട്ടേജ് എന്ന് പറയുന്നത് ഇവിടെയാണ്, ബേസ് വോൾട്ടേജ് ആണ് ഹൈ ആയിട്ടുള്ളത്. എമിറ്ററിനെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ബേസ് വോൾട്ടേജ് കൂടിക്കഴിഞ്ഞാൽ ബേസ് എമിറ്റർ ഫോർവേഡ് ബയാസ്ഡ് ആവും, കാരണം ഇതൊരു NPN ടൈപ്പ് ഓഫ് ട്രാൻസിസ്റ്റർ ആണ്. ഓക്കെ, അപ്പോൾ
എൻ ആയതുകൊണ്ട് തന്നെ ഇവിടെ ഈ പി ടെർമിനലിൽ പി റീജിയനിൽ നമ്മൾ കൊടുക്കുന്ന ഒരു പോസിറ്റീവ് ബയസ് ആണെന്നുണ്ടെങ്കിൽ അത് ഓൺ ആയിരിക്കും. സോ ഇവിടുത്തെ Q1 ഓൺ ആണ്. സോ Q1 ഓൺ ആയി കഴിഞ്ഞപ്പോൾ അവിടെ എന്തുണ്ടായി? കറണ്ട് ഫ്ലോ ഉണ്ടായി. സോ Q1ൽ കൂടി കറണ്ട് ഫ്ലോ ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ കറണ്ട് ഫ്ലോ ചെയ്യുന്നത് കൊണ്ട് തന്നെ ഓൺ ആയി കഴിഞ്ഞാൽ ഇതിൽ കൂടിയുള്ള കറണ്ട് ഇങ്ങനെ ഫ്ലോ ചെയ്ത് പോവുകയുള്ളൂ. ഓക്കെ, അപ്പോൾ കളക്ടറിന് എന്തുണ്ടാവില്ല? കളക്ടറിൽ കൂടി കറണ്ട് ഫ്ലോ ഉണ്ടാവില്ല. ഓക്കെ, കറണ്ട് ഇങ്ങനെ ഫ്ലോ ചെയ്ത് പോവുള്ളൂ. സോ ഇവിടെ സഫീഷ്യൻ്റ് ആയിട്ടുള്ള വോൾട്ടേജ് ഉണ്ടാവില്ല. ഒരു 0.7 വോൾട്ടൊക്കെ ഓൺ ആയിരിക്കുന്ന കണ്ടീഷനിൽ എപ്പോഴും ട്രാൻസിസ്റ്ററിൻ്റെ കളക്ടറിൽ 0.7 വോൾട്ട് എടുത്തേ ഉണ്ടാവുള്ളൂ. സോ 0.7 വോൾട്ട് ഉള്ളത് കൊണ്ട് തന്നെ Q2 അത് ഓൺ ആക്കില്ല. ഓക്കെ, ഇറ്റ് ഈസ് ഇൻസഫിഷ്യൻ്റ് എന്നാണ് പറയുന്നത്. സോ Q2 എന്തായിരിക്കും? ഓഫ് ആയിരിക്കും. അപ്പോൾ ഈ ഒരു പോയിന്റിൽ വോൾട്ടേജ് കുറവാണ്. സി എന്ന് പറയുന്ന പോയിന്റിൽ വോൾട്ടേജ് കുറവാണ്. Q2 ഓഫാണ്. Q2 ഓഫ് ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു ട്രാൻസിസ്റ്ററിന് അക്രോസ് ആയിട്ട് എന്തുണ്ടാവില്ല? കറണ്ട് ഫ്ലോ ഉണ്ടാവില്ല. അപ്പോൾ ഈ അപ്ലൈ ചെയ്തിരിക്കുന്ന വോൾട്ടേജ് അത്രയും ഡെവലപ്പ് ആവുന്നത് ഇതുവഴിയാണ്. അതായത് ഈ കറണ്ട് ഇതൊരു ഷോർട്ട് ആണെങ്കിൽ മാത്രമേ ഇതിൽ കൂടി കറണ്ട് ഫ്ലോ ചെയ്യുള്ളൂ. സോ ഇവിടെ കൂടി പോകുന്ന ഈ വോൾട്ടേജിന് അക്രോസ് ആയിട്ട് കൊടുക്കുന്ന വോൾട്ടേജിൻ്റെ കറസ്പോണ്ടിങ് കറണ്ട് ഇതുവഴി പോകും. ഓക്കെ, സോ ഇങ്ങനെയാണ് കറണ്ട് ഫ്ലോ ഉണ്ടാവുക. അതായത് ഒരു ഹൈ വോൾട്ടേജ് അവിടെ ഉണ്ടാവും. സോ ഇവിടെ ഒരു ഹൈ വോൾട്ടേജ് ആണെങ്കിൽ ഇത് വീണ്ടും ഒരു NPN ട്രാൻസിസ്റ്ററാണ്. അപ്പോൾ Q3 എന്തായിരിക്കും? ഓൺ ആയിരിക്കും. ഇത് ടോട്ടം പോൾ ആയതുകൊണ്ട് തന്നെ ഇത് ഹൈ വോൾട്ടേജ് ഇത് ഓൺ ആകുമ്പോൾ കറസ്പോണ്ടിങ് ആയിട്ട് ഇതിൽ കൂടി കറണ്ട് ഫ്ലോ ഉണ്ടാകും. സോ ഇതിൽ കൂടി കറണ്ട് ഫ്ലോ ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ ഡയോഡ് D1 ഫോർവേഡ് ബയസ്ഡ് ആവും. സോ ഫോർവേഡ് ബയസ്ഡ് ആകുമ്പോൾ ആ കറണ്ട് ഇങ്ങനെ ഫ്ലോ ചെയ്യും. സോ യുവർ ഔട്ട്പുട്ട് വിൽ ബി 1. ഓക്കെ, ഇതാണ് ഫസ്റ്റ് കണ്ടീഷനിൽ നമ്മൾ പറയുന്നത്. ഇനി ലുക്കിംഗ് ടു ദി നെക്സ്റ്റ് കണ്ടീഷൻ. ഇപ്പോൾ എയും ബിയും ലോ ആയിട്ടിരിക്കുമ്പോൾ യുവർ ഔട്ട്പുട്ട് വിൽ ബി 1. നെക്സ്റ്റ് കേസിൽ either A or B low ആണ്. either A or B low എന്ന് പറഞ്ഞാൽ if any one input is connected to the ground with left open or connected to VCC, the corresponding diode D2 or D3 will conduct. ഇവിടെ നമുക്ക് നോക്കാം നെക്സ്റ്റ് കണ്ടീഷനിൽ എന്താ സംഭവിക്കുന്നതെന്ന്. either A or B, A അല്ലെങ്കിൽ B low ആണ്. If any one input is connected to ground with other left open or connected to VCC, the corresponding diode D2 or D3 will conduct. ഈ കേസിൽ D2 അല്ലെങ്കിൽ D3 ഏതെങ്കിലും ഒരെണ്ണമാണ് കണ്ടക്ട് ചെയ്യുള്ളൂ. കാരണം A അല്ലെങ്കിൽ B ആണ് ലോ ആയിട്ട് കൊടുത്തിരിക്കുന്നത്. സോ D2 അല്ലെങ്കിൽ D3 ഓൺ ആയിരിക്കും. ദിസ് വിൽ പുൾ ഡൗൺ ദ വോൾട്ടേജ് അറ്റ് C to 0.7 വോൾട്ട്. ഓക്കെ, ഇവിടെയും എന്താ സംഭവിക്കുന്നത്? ആ വോൾട്ടേജിനെ അത് പുള്ള് ചെയ്ത് സി എന്ന് പറയുന്ന പോയിന്റിൽ 0.7 ആവും. സോ സി എന്ന് പറയുന്ന പോയിന്റിലെ വോൾട്ടേജ് 0.7 വോൾട്ട് ആവും. ദിസ് വോൾട്ടേജ് ഇസ് ഇൻസഫിഷ്യൻറ്റ്. അപ്പോൾ എപ്പോൾ 0.7 വോൾട്ട് സിയിൽ വന്നാലും എന്താ സംഭവിക്കുക? ഇൻസഫിഷ്യൻ്റ് ആയിരിക്കും അത് Q2 ടേൺ ഓൺ ചെയ്യാനായിട്ട്. സോ Q2 ഓഫ് ആയിരിക്കും. സോ നേരത്തെ കണ്ട പോലെ തന്നെ Q2 ഇവിടെ ഓഫാണ്, കാരണം ഇൻസഫിഷ്യൻറ്റ് വോൾട്ടേജ് ആണ്. സോ കളക്ടർ വോൾട്ടേജ് ഓഫ് Q2 വിൽ ബി ഈക്വൽ ടു VCC. ഓക്കെ, അപ്പോൾ Q2 ഓഫ് ആയതുകൊണ്ട് തന്നെ, ഓഫായാൽ ഞാൻ പറഞ്ഞിരുന്നു Q2 എക്രോസ് വരുന്ന വോൾട്ടേജ് എന്തായിരിക്കും? കളക്ടർ വോൾട്ടേജ് അതിൻ്റെ VCC ആയിരിക്കും. സോ VCC വോൾട്ടേജ് ആണ്. സോ ആ വോൾട്ടേജ് Q3യിലേക്ക് ബേസ് ആയിട്ടാണ് പോകുന്നത്. സോ Q3 അത് ഓൺ ചെയ്യും. സോ Q3 അത് ഓൺ ചെയ്യും, കാരണം ഇത് അതിൻ്റെ ബേസ് വോൾട്ടേജ് ആണ്. സോറി, ഓൺ ആണ് കേട്ടോ, ഇവിടെ ഓൺ ആണ്, ഓൺ ആക്കും അത്. നെക്സ്റ്റ്, ആസ് Q3 ആക്സസ് എമിറ്റർ ഫോളോവർ, ഔട്ട്പുട്ട് വിൽ ബി പുൾഡ് ടു VCC. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ട അതേ കണ്ടീഷൻ തന്നെ, എമിറ്റർ ഫോളോവർ ആണ്. സോ എമിറ്റർ ഫോളോവർ ആയതുകൊണ്ട് തന്നെ അത് ഔട്ട്പുട്ടിനെ പുള്ള് ചെയ്യിപ്പിക്കും. യുവർ Y വിൽ ബി ഈക്വൽ ടു 1. അപ്പോൾ ഇവിടെയും എന്താ സംഭവിക്കുന്നത്? A ഓർ B ലോ ആയിക്കഴിഞ്ഞാൽ D2 ഓർ D3 ഓൺ ആവുന്നു. സി എന്ന് പറയുന്ന പോയിന്റ് 0.7 വോൾട്ട് ആകുന്നു. Q2 ഓഫ് ആവുന്നു. ഔട്ട്പുട്ടിൽ VCC വോൾട്ടേജ് പ്രൊവൈഡ് ചെയ്യുന്നു. Q3 അത് ഓൺ ആക്കുന്നു. എമിറ്റർ ഫോളോവർ ആയതുകൊണ്ട് Y1 ആവുന്നു. ഓക്കെ, ഇനി ഇവിടെ നോക്കിയേ, ഇവിടെ നമ്മൾ ഏതെങ്കിലും ഒന്നാണ് ഓൺ ആക്കുന്നത്. ഓക്കെ, ഇപ്പോൾ ഏതെങ്കിലും ഒന്ന് ഓൺ ആണെന്ന് വിചാരിക്കും, ഏതെങ്കിലും ഒന്ന് ലോ, അപ്പോൾ അടുത്തത് ഹൈ ആവാം. ഓക്കെ, ഏതോ ഒന്ന് മാത്രം ലോ ആണ്. അപ്പോൾ ഇത് ലോ ആണെന്നുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് D2 അല്ലെങ്കിൽ D3. ഇപ്പോൾ ഇവിടെ നമ്മൾ ഇത് ഓൺ ആക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താ സംഭവിക്കുക? ഇവിടെ വോൾട്ടേജ് കൂടുതലാണ്. സോ D3 എന്ന് പറയുന്നത് ഓഫ് ആയിരിക്കും. ഇത് ലോ ആണെന്നുണ്ടെങ്കിൽ D2
കണ്ടക്ട് ചെയ്യും. സോ ഏതർ D2 ഓർ D3. നേരെ തിരിച്ച് ഞാൻ ഇവിടെയാണ് ഹൈ, ഇവിടെ ലോ കൊടുക്കണമെന്നുണ്ടെങ്കിൽ D3 ഓൺ ആവും, D2 ഓഫ് ആവും. സോ ഇത് ലോ ആയി കഴിഞ്ഞാൽ, ഏതെങ്കിലും ഒന്ന് ഓഫ് ആയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ലോ ആയി കഴിഞ്ഞാൽ ഈ ഒരു ട്രാൻസിസ്റ്റർ Q1 എന്ന് പറയുന്നത് എപ്പോഴും ഫോർവേഡ് ബയാസ്ഡ് ആയിരിക്കും. സോ അത് ഓൺ ആയിരിക്കും. സോ അത് സി എന്ന് പറയുന്ന പോയിന്റിനെ 0.7 വോൾട്ടിലേക്ക് പുള്ള് ചെയ്യും. ഇത് പുള്ള് ചെയ്ത് കഴിഞ്ഞാൽ Q2-ന് ഇൻസഫിഷ്യൻറ്റ് വോൾട്ടേജ് ആണ്. സോ അത് ഓഫ് ആയിരിക്കും. ഇത് ഓഫ് ആകുമ്പോൾ അതിൻ്റെ കളക്ടറിൽ എക്സ് എന്ന് പറയുന്ന പോയിന്റിൽ മാക്സിമം വോൾട്ടേജ് VCC, ഈ വോൾട്ടേജ് അത്രയും അവിടെ വരും. സോ VCC വോൾട്ടേജ് വന്നു കഴിഞ്ഞാൽ അത് Q3 എന്ന് പറയുന്ന ട്രാൻസിസ്റ്ററിൻ്റെ ബേസ് വോൾട്ടേജ് ആണ്. അപ്പോൾ അത് ഹൈ ആയതുകൊണ്ട് തന്നെ Q3 ഓൺ ആകും. അതിൽ കൂടി കറണ്ട് ഫ്ലോ ചെയ്യും. കറണ്ട് ഫ്ലോ ചെയ്ത് കഴിഞ്ഞാൽ D1 ഓൺ ആവും. D1 ഓൺ ആയി കഴിഞ്ഞാൽ ഈ ഒരു പാത്തിൽ കൂടി കറണ്ട് ഫ്ലോ ചെയ്യും. സോ ഔട്ട്പുട്ടിനെ അത് ഹൈ ആക്കുന്നു. അപ്പോൾ നമുക്ക് 0, 1 അല്ലെങ്കിൽ 1, 0 എന്ന് പറയുന്ന കണ്ടീഷനിലും ഔട്ട്പുട്ട് എന്ത് തന്നെയാണ്? 1 ആണ്. അപ്പോൾ 3 കണ്ടീഷൻസ് അവിടെ സാറ്റിസ്ഫൈ ആയി നാൻഡ് ഗേറ്റിൻ്റെ. 0, 0 ആണെങ്കിൽ ഔട്ട്പുട്ട് ഹൈ ആണ്, 0, 1 ആണെങ്കിൽ ഹൈ ആണ്, 1, 0 ആണെങ്കിൽ ഔട്ട്പുട്ട് ഹൈ ആണ്. ഈ ലാസ്റ്റ് കണ്ടീഷൻ 1, 1 ആണെന്നുണ്ടെങ്കിൽ ഔട്ട്പുട്ട് 0 ആയിരിക്കണം. നമുക്ക് നോക്കാം അതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന്. A and B ബോത്ത് ഹൈ, എയും ബിയും ഹൈ ആണ്. ഹൈ ആവുമ്പോൾ A and B ആർ കണക്റ്റഡ് ടു then both diodes D2 and D3 will be reverse biased and do not conduct. അപ്പോൾ ഇവിടെ സംഭവിക്കുന്നത് D2, D3 അതാണ് നമ്മുടെ മെയിൻ പോയിന്റ്. D2, D3 കണ്ടക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ബാക്കി മാല പോലെ ഇങ്ങനെ കണക്റ്റ് ആയി പൊക്കോളും. അപ്പോൾ ഇവിടെ D2, D3 ഓഫ് ആവുകയാണ്. കാരണം രണ്ട് ഇൻപുട്സും നമ്മൾ കൊടുക്കുന്നത് ഹൈ ആണ്. അപ്പോൾ ഒരിക്കലും Q1 എന്ന് പറയുന്ന ട്രാൻസിസ്റ്റർ ഫോർവേഡ് ബയസ്ഡ് ആവില്ല. കാരണം അതിൻ്റെ എമിറ്ററിലേക്കല്ലേ നമ്മൾ കൊടുത്തിരിക്കുന്ന ഹൈ വോൾട്ടേജ്. അപ്പോൾ എപ്പോഴും അത് NPN ട്രാൻസിസ്റ്റർ ആയതുകൊണ്ട് അത് ഓഫായിരിക്കും. അപ്പോൾ അത് ഓഫായി കഴിഞ്ഞാൽ D2, D3 എന്ത് ചെയ്യില്ല? കണ്ടക്ട് ചെയ്യില്ല. അപ്പോൾ അത് രണ്ടും കണ്ടക്ട് ചെയ്യാതിരിക്കുമ്പോൾ എന്ത് സംഭവിക്കും? ഇവിടെ D3 ഫോർവേഡ് ബയാസ്ഡ് ആകും. അതുപോലെ തന്നെ Q2-ലേക്ക് അത് ബേസ് കറണ്ട് പ്രൊവൈഡ് ചെയ്യും. R1 വഴി, R1-ഉം D3-യും വഴി Q2 കണ്ടക്ട് ചെയ്യും. അപ്പോൾ D3 ആണ് അവിടെ ഫോർവേഡ് ബയസ്ഡ് ആവുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്കൊരു ചെറിയ വേരിയേഷൻ വരുത്താം. എയും ബിയും, A ആൻഡ് B ഹൈ ആണ്. അപ്പോൾ ഇത് D3 ആണ് ഫോർവേഡ് ബയാസ് ചെയ്യുന്നത്. ഓക്കെ, D2 ആൻഡ് D3 ആദ്യം അത് റിവേഴ്സ് ബയാസ് ചെയ്യുന്നുണ്ട്, കണ്ടക്ട് ചെയ്യില്ല. അതിനുശേഷം D3 മാത്രം അത് ഫോർവേഡ് ബയാസ് ചെയ്യുന്നുണ്ട്. പിന്നെ ബേസ് കറണ്ട് Q2-ലേക്ക് സപ്ലൈ ചെയ്യുന്നുണ്ട്. ഓക്കെ, D2 D3 ആദ്യം റിവേഴ്സ് ബയാസ് ആവുന്നു. അതിനുശേഷം D3 ഫോർവേഡ് ബയാസ് ആയാൽ ബേസ് കറണ്ട് Q2-ലേക്ക് ഫ്ലോ ചെയ്യും. സോ Q2 എന്ന് പറയുന്നത് അവിടെ ഓൺ ആയിരിക്കും. അതിനുശേഷം Q2 കണ്ടക്ട് ചെയ്യുന്നു. സോ വോൾട്ടേജ് അവിടെ ഡ്രോപ്പ് ചെയ്യുന്നു. സോ Q3 ഓഫ് ആയിരിക്കും. ഇത് Q2 ഓൺ ആയി കഴിഞ്ഞാൽ ഇവിടെ VCC വോൾട്ടേജ് ഒന്നും ഉണ്ടാവില്ല. വോൾട്ടേജ് ഡ്രോപ്പ് ചെയ്ത് 0.7 വോൾട്ട് ആവും. സോ Q3 ഓട്ടോമാറ്റിക്കലി ഓഫ് ആവും. ഓക്കെ, സോ Q3 will be off, whereas voltage at Z will increase to turn on Q4. അപ്പോൾ അവിടുത്തെ വോൾട്ടേജ് കൂടുന്നു. വോൾട്ടേജ് കൂടുന്നത് എവിടെയാണ്? പോയിന്റ് Z-ലാണ്. ഓക്കെ, സോ Z എന്ന് പറയുന്ന പോയിന്റ് നമ്മൾ നോക്കിയാൽ അവിടെ വോൾട്ടേജ് കൂടുതലായിരിക്കും. സോ അതുകൊണ്ട് തന്നെ Q4 വോൾട്ടേജ് ഹൈ ആണ്. സോ Q4 ഇവിടെ ഓൺ ആണ്. Q3 ഓഫാണ്, Q4 ഓൺ ആണ്. സോ Q4 ഓൺ ആയിട്ട് അത് സാച്ചുറേഷനിലേക്ക് പോകുന്നു. അതുകൊണ്ട് തന്നെ ഔട്ട്പുട്ട് വോൾട്ടേജിനെ അത് പുൾ ഡൗൺ ചെയ്ത് 0 ആക്കുന്നു. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ ഓർക്കാനുള്ളത്. എയും ബിയും ഹൈ ആണ്. എയും ബിയും ഹൈ ആകുമ്പോൾ D2 D3 എന്തായിരിക്കും? റിവേഴ്സ് ബയാസ്ഡ് ആയിരിക്കും. D2 D3 റിവേഴ്സ് ബയസ് ആയി കഴിഞ്ഞാൽ Q2-നെ അത് ഓൺ ആക്കുന്നു. കാരണം സി എന്ന് പറയുന്നത് ഇവിടെ സി എന്ന് പറയുന്നതിനെ ഇവിടെ വലിയൊരു വോൾട്ടേജിലേക്കാണ് അത് കൊണ്ടുപോകുന്നത്. ഓക്കെ, ഇവിടെ സി അതൊരു ഹൈ വോൾട്ടേജിലേക്കാണ് കൊണ്ടുപോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ Q2-നെ അത് ഓണാക്കുന്നു. Q2 ഓണായി കഴിയുമ്പോൾ എന്തുണ്ടാവും? ഔട്ട്പുട്ട് അതിൻ്റെ കളക്ടർ വോൾട്ടേജ് 0.7 ആവും. സോ Q3 എന്ന് പറയുന്ന ട്രാൻസിസ്റ്റർ ഓഫായിരിക്കും. അതുകൊണ്ട് Z എന്ന് പറയുന്ന പോയിന്റിൽ വോൾട്ടേജ് കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ Q4 ഓൺ ആയിരിക്കും. ഓക്കെ, സോ ഇങ്ങനെ കണക്ട് ചെയ്ത് പഠിക്കുക. സോ നാൻഡിൻ്റെ ഔട്ട്പുട്ട് നമ്മൾ നോക്കുമ്പോൾ എയും ബിയും ലോ ആണെന്നുണ്ടെങ്കിൽ ഔട്ട്പുട്ട് വിൽ ബി 1. A ഓർ B ലോ ആയിരിക്കുമ്പോൾ ഔട്ട്പുട്ട് 1.
എ ആൻഡ് ബി ഹൈ ആയിരിക്കുമ്പോൾ ഔട്ട്പുട്ട് 0. ഓക്കെ. And next question is working of a transistor level CMOS NOR gate and its circuit diagram. So NOR gate ന്റെ സർക്യൂട്ട് 4 മാർക്കും അതിൻ്റെ സർക്യൂട്ട് ഡയഗ്രാം 2 മാർക്കുമാണ്. ഇപ്പോൾ ചോദിച്ചിരിക്കുന്നത് CMOS NOR ഗേറ്റ് ആണ്. സോ CMOS NOR ഗേറ്റിൻ്റെ സർക്യൂട്ടാണ്. X1 X2 എന്ന് പറയുന്നത് അതിൻ്റെ 2 ഇൻപുട്ട്സ് ആണ്. 00 01 10 11. അതിൽ നമ്മൾ കൊടുത്തിരിക്കുന്ന കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്റ്റേറ്റ്സ് ആണ്. ദാറ്റ് ഈസ് CMOS NOR ഗേറ്റ് എന്ന് പറയുമ്പോൾ അതിൽ നമുക്ക് 4 ട്രാൻസിസ്റ്റർ കണക്ട് ചെയ്യേണ്ട ആവശ്യമുണ്ട്. T1 T2 ട്രാൻസിസ്റ്റർ, T1 T2 T3 T4 4 ട്രാൻസിസ്റ്റേഴ്സ് ആണ്. ആ 4 ട്രാൻസിസ്റ്റേഴ്സും അതിൻ്റെ കറസ്പോണ്ടിങ് ഔട്ട്പുട്ടും ആണിത്. സോ ഇതാണ് നമ്മുടെ CMOS NOR ഗേറ്റിൻ്റെ സർക്യൂട്ട്. സോ CMOS NOR ഗേറ്റ് നമ്മൾ നോക്കിയാൽ ഇത് ട്രൂത്ത് ടേബിൾ ആണ്. അതിൻ്റെ സർക്യൂട്ട് ഡയഗ്രം ആണ്. അപ്പോൾ ഇതിൽ 2 ഇൻപുട്ട്സ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ കണക്ഷൻസ് എങ്ങനെയാണെന്ന് പറയാം. 2 ട്രാൻസിസ്റ്റേഴ്സ് അപ്പർ പാർട്ടിലും 2 ട്രാൻസിസ്റ്റേഴ്സ് ലോവറിലുമാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പറിൽ കണക്ട് ചെയ്തിരിക്കുന്ന 2 ട്രാൻസിസ്റ്റേഴ്സും PMOS ആണ്. അത് നമ്മൾ സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അതേപോലെ തന്നെ താഴെ കണക്ട് ചെയ്തിരിക്കുന്ന 2 ട്രാൻസിസ്റ്റേഴ്സ് T3 ആൻഡ് T4 അത് NMOS ട്രാൻസിസ്റ്റേഴ്സ് ആണ്. അത് പാരലൽ ആയിട്ടാണ് നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ. സോ ഫസ്റ്റ് കാണുന്ന PMOS ട്രാൻസിസ്റ്ററിൻ്റെ അപ്പർ എൻഡ് ഡ്രെയിനിലേക്കും താഴെ കാണുന്ന 2 NMOS ട്രാൻസിസ്റ്റേഴ്സിൻ്റെ സോഴ്സ് 2 കൂടി കോമൺ ആയിട്ട് ഗ്രൗണ്ട് ചെയ്തിട്ടുണ്ട്. നൗ ലെറ്റ്സ് സീ ദി ട്രൂത്ത് ടേബിൾ ആൻഡ് ലെറ്റ്സ് ഹാവ് ദി വർക്കിംഗ്. ഓക്കെ. സോ X1 X2 0 0 നമ്മൾ കൊടുക്കുകയാണ്. സോ ഫസ്റ്റ് X1 0 X2 0. സോ PMOS ട്രാൻസിസ്റ്ററിൻ്റെ 0 എപ്പോൾ കൊടുത്തു കഴിഞ്ഞാലും അത് ഓൺ ആവും എന്ന് പറഞ്ഞു. സോ ഇത് ഓണായി, ഇത് ഓണായി. ഇവിടെ നമ്മൾ കൊടുത്തിരിക്കുന്നത് ഈ സെയിം ഇൻപുട്ട് തന്നെയാണ് കോമൺ ആയിട്ട് താഴത്തെ 2 NMOSലേക്ക് കൊടുത്തിരിക്കുന്നത്. സോ ഇവിടെ 0 ആയിക്കഴിഞ്ഞാൽ ഈ ട്രാൻസിസ്റ്റർ ഓഫായി T3. ഇവിടെ 0 ആയിക്കഴിഞ്ഞാൽ ഇവിടെ ഈ ട്രാൻസിസ്റ്ററും ഓഫായി. അപ്പോൾ താഴെയുള്ള 2 ട്രാൻസിസ്റ്റേഴ്സ് കണ്ടക്ട് ചെയ്യുന്നില്ല. ഓക്കെ. T1 T2 ഓണാണ്, T3 T4 ഓഫാണ്. അപ്പോൾ ഈ 2 ട്രാൻസിസ്റ്റർ PMOS ട്രാൻസിസ്റ്ററിലൂടെ പോകുന്ന സീരീസ് ആയതുകൊണ്ട് കറണ്ട് അതിൽ കൂടി ഡയറക്റ്റ് ഫ്ലോ ചെയ്യും. ഈ VDD വോൾട്ടേജ് ഇതിനെ അക്രോസ് അപ്ലൈ ചെയ്യുമ്പോൾ ഇതിൽ കൂടി ഫ്ലോ ചെയ്യുന്ന കറണ്ട് ഫുള്ള് ഔട്ട്പുട്ടിലേക്ക് വരും. സോ ഔട്ട്പുട്ട് നമുക്ക് 1 ആയിരിക്കും. ഓക്കെ. സോ അത് ഓണാണ്. മീൻസ് ഔട്ട്പുട്ടിൽ നമുക്ക് ഹൈ വോൾട്ടേജ് കിട്ടും. പിന്നെ നെക്സ്റ്റ് കണ്ടീഷൻ 0 1. സോ ഇവിടെ നമ്മൾ ഒരു ഇൻപുട്ട് 1 ആക്കി. ഇവിടെ 0 ആക്കി കഴിഞ്ഞാൽ ഇവിടെ എപ്പോഴും ഓൺ ആയിരിക്കും. അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ട്രാൻസിസ്റ്റർ എപ്പോഴും ഓഫും ആയിരിക്കും. സോ സെക്കൻഡ് കേസ് മാത്രം നോക്കിയാൽ മതി. ഇവിടെ നമ്മൾ 1 കൊടുത്തു കഴിയുമ്പോൾ ഇവിടെ എന്ത് സംഭവിക്കുന്നു? ഈ ട്രാൻസിസ്റ്റർ PMOS ഓഫ് ആവുന്നു. കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ ഓൺ ആകുന്നു. ഓക്കെ. അപ്പോൾ ഇതൊരു സ്വിച്ച് പോലെ നമ്മൾ കൺസിഡർ ചെയ്യാമെന്ന് പറഞ്ഞു. ഇതൊരു ഓണാണ്, ഇത് ഓഫാണ്, വീണ്ടും ഇത് ഓണാണ്, ഇവിടെ ഓഫാണ്. അപ്പോൾ ഇതിങ്ങനെയാണ് കറണ്ട് ഫ്ലോ വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്കുള്ളൊരു സ്വിച്ച്, ഇപ്പോൾ നമുക്കറിയാം ഇങ്ങനെ ഒരു സ്വിച്ച് നമ്മൾ കണക്ട് ചെയ്തിരിക്കുകയാണ്. ഇതിൻ്റെ അടുത്തുള്ള വേറൊരു സ്വിച്ച് ഓപ്പൺ ആയിട്ടിരുന്നാൽ കറണ്ട് ഫ്ലോ ചെയ്യുമോ? ഇല്ല. കറണ്ട് കംപ്ലീറ്റ് ആയിട്ട് ഫ്ലോ ചെയ്ത് ഗ്രൗണ്ടിലേക്ക് എത്തില്ല. സോ ഔട്ട്പുട്ടിൽ എന്തായിരിക്കും? വോൾട്ടേജ് 0 ആയിരിക്കും. സോ അതുകൊണ്ട് തന്നെ ഓൺ ഓഫ് ഓഫ് ഓൺ എന്ന് പറയുന്ന കണ്ടീഷനിൽ ഔട്ട്പുട്ട് 0 ആണ്. ഈ നെക്സ്റ്റ് കണ്ടീഷൻ ഇതേപോലെ തന്നെ 1 0. ഓക്കെ. 1 0 ആണ് കണ്ടീഷൻ. സോ 1 0 കണ്ടീഷൻ എടുത്തു കഴിഞ്ഞാൽ എന്താണ് ഔട്ട്പുട്ട് വരിക? ഇവിടെ 1 ആണ്. സോ ഇത് 0 ആണ്. ദാറ്റ് മീൻസ് ഇത് ഓഫാണ്. ഓക്കെ. ഇനി ഇവിടെ ഇതേ 1 തന്നെയാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. സോ ഇത് ഓണായി. ഇത് 0 ആണ് കൊടുത്തിരിക്കുന്നത്. 0 കൊടുത്തു കഴിയുമ്പോൾ ഇവിടെ 1 വന്നു. ദാറ്റ് മീൻസ് ഇവിടെ നമുക്ക് ഓണായി കിട്ടി. ഇനി ഈ 0 നമ്മളിവിടെ കൊടുത്തിരിക്കുകയാണ്. സോ ഇത് ഓഫായി. അപ്പോൾ ഇവിടെയും ഫസ്റ്റ് ട്രാൻസിസ്റ്റർ ഓഫായി. സോ ഒരിക്കലും കറണ്ട് കംപ്ലീറ്റ് പാത്ത് എടുത്ത് ഫ്ലോ ചെയ്യില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഔട്ട്പുട്ട് എന്തായിരിക്കും? 0 ആയിരിക്കും. ഇവിടെ ഔട്ട്പുട്ട് 0 ആയിരിക്കും. സോ ഓഫ് ഓൺ ഓൺ ഓഫ് എന്ന് പറയുന്ന കണ്ടീഷനിലും ഔട്ട്പുട്ട് 0 ആയിരിക്കും. ഓക്കെ. ഈ നെക്സ്റ്റ് കണ്ടീഷൻ 2 ഇൻപുട്ട്സും ഹൈ ആയിട്ടിരിക്കുകയാണ്. 1 1, ഇവിടെ 1, ഇവിടെ 1. അപ്പോൾ രണ്ടും 1 1 ആണ്. സോ ഇവിടെ 1 ആണെന്നുണ്ടെങ്കിൽ ഇവിടെ 0 ആണ്, ഓഫാണ്. അതേപോലെ തന്നെ ഇവിടെ 1 1 ആണെങ്കിൽ ഇവിടെ ഓണാണ്. ഇവിടെ 1 വരുന്നതുകൊണ്ട് ഇത് ഓണായിരിക്കും. ഇവിടെ 1 വരുന്നതുകൊണ്ട് ഇവിടെ 0 ആണ്. സോ ഓപ്പൺ ആണ് സ്വിച്ച്. ഇപ്പോൾ ഫസ്റ്റ് 2 ട്രാൻസിസ്റ്റേഴ്സ്
ഓപ്പൺ സ്വിച്ചസ് ആണ്. ദാറ്റ് മീൻസ് കറണ്ട് ഒരിക്കലും ഫ്ലോ ചെയ്ത് ഇത് രണ്ട് ഓൺ ആണെങ്കിൽ പോലും കറണ്ട് ഫ്ലോ ചെയ്യില്ല, പാത്ത് കംപ്ലീറ്റ് ആവില്ല. സോ ഔട്ട്പുട്ട് വിൽ ബി 0. സോ നമ്മൾ നോർ ഗേറ്റിൻ്റെ ട്രൂത്ത് ടേബിൾ എടുത്ത് നോക്കിയാൽ ഫസ്റ്റ് രണ്ട് ഇൻപുട്ട്സ് 0 ആവുന്ന കേസിൽ, ലോ ആവുന്ന കേസിൽ മാത്രമാണ് നമുക്ക് ഔട്ട്പുട്ട് ഹൈ ആവുന്നത്. ബാക്കി എല്ലാ കണ്ടീഷനിലും നമ്മുടെ ഔട്ട്പുട്ട് എങ്ങനെയായിരിക്കും? 0 ആയിരിക്കും. സോ വളരെ സിമ്പിളാണിത്, വേഗം മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു പോർഷനാണ്. നെക്സ്റ്റ് ഇസ് ഡിസ്ക്രൈബ് ദി വർക്കിംഗ് ഓഫ് എ ട്രൈ-സ്റ്റേറ്റ് TTL ഇൻവെർട്ടർ, എക്സ്പ്ലെയിൻ ദി വർക്കിംഗ് ഓഫ് എ ട്രാൻസിസ്റ്റർ ലെവൽ CMOS NAND ഗേറ്റ്. സോ ട്രൈ-സ്റ്റേറ്റ് TTL ഇൻവെർട്ടർ 8 മാർക്സിനും നെക്സ്റ്റ് CMOS NAND ഗേറ്റ് നോറാണ് നമ്മൾ നേരത്തെ കണ്ടത്, അതേപോലെ തന്നെ NAND ഗേറ്റ് ചോദിച്ചിട്ടുണ്ട് 6 മാർക്സിനും. സോ വർക്കിംഗ് ഓഫ് ട്രൈ-സ്റ്റേറ്റ് TTL ഇൻവെർട്ടർ. അപ്പോൾ ഇതിൽ കഴിഞ്ഞ വർഷം തന്നിരുന്ന സ്കീമിൽ അവർ എടുത്തു പറഞ്ഞിരുന്നു ട്രൈ-സ്റ്റേറ്റ് TTL ഇൻവെർട്ടറിന് പകരം TTL ഇൻവെർട്ടർ എക്സ്പ്ലെയിൻ ചെയ്താൽ മതിയാകുമെന്ന്. അതിന് കംപ്ലീറ്റ് മാർക്സ്, ഫുൾ മാർക്സും കൊടുക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, സോ അതിൻ്റെ വർക്കിംഗ് എക്സ്പ്ലെയിൻ ചെയ്താൽ 4 മാർക്സും അതിൻ്റെ ഡയഗ്രത്തിന് 4 മാർക്സും. സോ ഈ ഒരു പെർട്ടിക്കുലർ മൊഡ്യൂളിൽ കംപ്ലീറ്റ് ആയിട്ടും സർക്യൂട്ട് നിങ്ങൾ വരച്ചാൽ മാത്രമാണ് നിങ്ങൾക്ക് അതിന് പകുതി മാർക്ക് കിട്ടുക. ഓക്കെ, വർക്കിംഗ് മാത്രം വരച്ച് എഴുതി വെച്ചിട്ട് കാര്യമില്ല. സോ കംപ്ലീറ്റ് ആയിട്ട് സർക്യൂട്ട് വരയ്ക്കുക, അതിനുശേഷം വർക്കിംഗ് എക്സ്പ്ലെയിൻ ചെയ്യുക, എന്നാലാണ് ഫുൾ മാർക്സ് കിട്ടുള്ളൂ. സോ ഇവിടെ നമ്മൾ ഫസ്റ്റ് TTL ഇൻവെർട്ടറാണ്. സോ TTL ഇൻവെർട്ടറിൽ ട്രാൻസിസ്റ്റർ ഓണും ഓഫും ആവുന്നത്, CMOS നമ്മൾ പഠിച്ച പോലെ തന്നെ ട്രാൻസിസ്റ്ററും ഓണും ഓഫും ആവുന്ന 2 സ്റ്റേറ്റ്സ് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. സോ ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു നമ്മളൊരു സാധാരണ NPN ട്രാൻസിസ്റ്ററാണ് എടുത്തിരിക്കുന്നത്. ഇത് N, ഇത് P, N. ഇത് എമിറ്റർ, ബേസ്, കളക്ടറാണ്. അപ്പോൾ അതിൽ കളക്ടറിന് അക്രോസ് നമ്മൾ ഒരു വോൾട്ടേജ്, കളക്ടറിലേക്ക് നമ്മളൊരു വോൾട്ടേജ് കൊടുത്തു, ഒരു സപ്ലൈ വോൾട്ടേജ് VCC കൊടുത്തു. ഇതിൻ്റെ എമിറ്റർ പാർട്ട് ഗ്രൗണ്ട് ചെയ്തു, ബേസിലേക്ക് ഒരു ചെറിയ വോൾട്ടേജ് കൊടുത്തു, +V വോൾട്ടേജ് കൊടുത്തു. ഓക്കെ, സോ ഒരു ചെറിയ വോൾട്ടേജ് വിച്ച് ഇസ് എബവ് ദി ബേസ് എമിറ്റർ ബയാസ്, ബേസ് എമിറ്റർ വോൾട്ടേജിന് എക്രോസ് ആയിട്ടുള്ള ഒരു ബയസിങ് പ്രൊവൈഡ് ചെയ്യാനുള്ള അത്രയും വോൾട്ടേജ് അതിൽ കിട്ടിക്കഴിഞ്ഞാൽ, ത്രഷോൾഡ് വോൾട്ടേജിന് എബവ് കിട്ടിക്കഴിഞ്ഞാൽ ഈ ട്രാൻസിസ്റ്റർ എന്തായിരിക്കും? ഓൺ ആയിരിക്കും. സോ ഇത് ഓൺ ആവുന്നു, കറണ്ട് ഇതിൽ കൂടി ഫ്ലോ ചെയ്യുന്നു. സോ IB എന്ന് പറയുന്നത് ഇതിൽ കൂടി ഫ്ലോ ചെയ്യുന്ന കറണ്ടാണ്. സോ IB കറണ്ട് ഫ്ലോ ചെയ്ത് ഒരു ബേസ് കറണ്ട് ഫ്ലോ ചെയ്തു, ട്രാൻസിസ്റ്റർ ഓൺ ആയി കഴിഞ്ഞാൽ ഇതിന് എക്രോസ് നമ്മളൊരു വോൾട്ടേജ് കൊടുത്തിട്ടുണ്ട്. സോ ഈ ട്രാൻസിസ്റ്റർ ഒരു ക്ലോസ്ഡ് സ്വിച്ചാണ്, അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഒരു ക്ലോസ്ഡ് സ്വിച്ചായിട്ട് വർക്ക് ചെയ്യുന്നു. സോ ഇതിൽ കൂടി കറണ്ട് ഫ്ലോ ചെയ്യുന്നു. സോ ദാറ്റ് കറണ്ട് ഇസ് IC എന്ന് പറയുന്ന കറണ്ട് അതിൽ കൂടി ഫ്ലോ ചെയ്യുന്നു. സോ സാച്ചുറേറ്റഡ് ആയിട്ടിരിക്കുന്ന അല്ലെങ്കിൽ ഓൺ ആയിട്ടിരിക്കുന്ന കണ്ടീഷനിൽ ട്രാൻസിസ്റ്ററിൽ എക്രോസ് ആയിട്ടൊരു വോൾട്ടേജ് ഉണ്ടാവും. ആ വോൾട്ടേജ് കാരണം കറണ്ട് ഫ്ലോ ചെയ്യുന്നു, അങ്ങനെ IC കറണ്ട് നമുക്ക് കിട്ടുന്നു. ഇനി ഓഫ് സ്റ്റേറ്റിൽ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് നോക്കാം. ഇത് നമ്മുടെ ട്രാൻസിസ്റ്ററിൽ ദിസ് ഇസ് N, ദിസ് ഇസ് P ആൻഡ് ദിസ് ഇസ് അഗെയിൻ N. ഇവിടെ നമ്മൾ 0 വോൾട്ട്, അതായത് വോൾട്ടേജ് ഒന്നും തന്നെ അപ്ലൈ ചെയ്യുന്നില്ല. വോൾട്ടേജ് അപ്ലൈ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ എമിറ്റർ ബേസിന് എക്രോസ് ആയിട്ടൊരു ഫോർവേഡ് ബയസ് കിട്ടില്ല. എമിറ്റർ ബേസിന് എക്രോസ് ആയിട്ട് എപ്പോൾ ഫോർവേഡ് ബയസ് കിട്ടിയാവും അപ്പോൾ മാത്രമാണ് അത് ഓൺ ആയിട്ടിരിക്കുക. സോ 0 വോൾട്ട് അപ്ലൈ ചെയ്യുമ്പോൾ ബേസ് എമിറ്റർ ഫോർവേഡ് ബയസ്ഡ് ആവില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ എന്ത് സംഭവിക്കും? VCC നമ്മൾ അപ്ലൈ ചെയ്താലും ഈ ട്രാൻസിസ്റ്ററിൽ കൂടി കറണ്ട് ഫ്ലോ ചെയ്യില്ല. ട്രാൻസിസ്റ്റർ ഒരു ഓപ്പൺ സ്വിച്ച് പോലെ ആയിരിക്കും ആക്ട് ചെയ്യുന്നത്. സോ ഇത് ഓപ്പൺ സ്വിച്ച് പോലെയാണ്. അപ്പോൾ ഔട്ട്പുട്ട് 0 ആയിരിക്കും. സോ ഒരു ബേസ് വോൾട്ടേജ് കൊടുക്കുന്ന ടൈമിൽ ട്രാൻസിസ്റ്റർ ഓൺ ആയിരിക്കും. ബേസ് വോൾട്ടേജ് അപ്ലൈ ചെയ്യാത്ത സമയത്ത് ട്രാൻസിസ്റ്റർ ഓഫ് ആയിരിക്കും. ഓൺ ആയിരിക്കുന്ന സമയത്ത് കളക്ടർ വോൾട്ടേജ് എന്ന് പറയുന്നത് ലോ ആയിരിക്കും. അതേസമയം ഓഫ് ആയിരിക്കുന്ന ടൈമിൽ കളക്ടർ വോൾട്ടേജ് വളരെ ഹൈ ആയിരിക്കും. കാരണം ഈ VCC ഫുൾ VCC ഇതിന് അക്രോസ് വരും. ഓക്കെ, നെക്സ്റ്റ് TTL ഇൻവെർട്ടറിൻ്റെ വർക്കിംഗ് ആണ്. സോ ഇതിൽ വളരെ സിമ്പിൾ ഡയഗ്രാമാണ്. ഇതിൽ നമുക്കുള്ളത് മൊത്തം Q1, Q2, Q3, Q4 ഇങ്ങനെ 4 ട്രാൻസിസ്റ്റേഴ്സാണ്. ഈ 4 ട്രാൻസിസ്റ്റേഴ്സും എന്തൊക്കെയാണ് പ്രത്യേകത എന്ന് പറയാം. Q1 എന്ന് പറയുന്നത് ഒരു ഇൻപുട്ട് കപ്ലിംഗ് ട്രാൻസിസ്റ്ററാണ്. നമ്മൾ ഇൻപുട്ട് കൊടുത്തിരിക്കുന്നത് സർക്യൂട്ടിലേക്ക് കപ്പിൾ ചെയ്യാനായിട്ട് യൂസ് ചെയ്തിരിക്കുന്ന ഒരു ഇൻപുട്ട് കപ്ലിംഗ് ട്രാൻസിസ്റ്ററാണ് Q1. D1 എന്ന് പറയുന്നത് ഇൻപുട്ട് ക്ലാമ്പ് ഡയോഡാണ്. ട്രാൻസിസ്റ്റർ Q2 ഒരു ഫേസ് സ്പ്ലിറ്ററാണ്. ദിസ് ഇസ് എ ഫേസ് സ്പ്ലിറ്റർ. ഇതൊരു ഫേസ് സ്പ്ലിറ്ററാണ് Q2. ദെൻ D1 നമ്മൾ പറഞ്ഞു ഒരു ക്ലാമ്പ് ഡയോഡാണെന്ന് പറഞ്ഞു. ഇത് ക്ലാമ്പ് ഡയോഡാണ്. ദെൻ Q2 എന്ന് പറയുന്ന ഫേസ് സ്പ്ലിറ്റർ ഇസ് ദ കോമ്പിനേഷൻ ഓഫ് Q3 ആൻഡ് Q4 ഫോംസ് ദി ഔട്ട്പുട്ട് സർക്യൂട്ട്. ഓക്കെ, സോ ഇവിടെ കോമ്പിനേഷൻ ഓഫ് Q3 ആൻഡ് Q4 എന്ന് പറയുന്നത് ഇത് രണ്ടും ചേരുന്നതാണ് ഔട്ട്പുട്ട്.
അതൊരു ടോട്ടം പോൾ അറേഞ്ച്മെൻ്റ് ആയിട്ടാണ് കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. Q3യും Q4ൻ്റെ ഇടയ്ക്കൊരു ഡയോഡ് കണക്ട് ചെയ്തിട്ട് ഇതൊരു ടോട്ടം പോൾ അറേഞ്ച്മെൻ്റ് ആയിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. Q1 എന്ന് പറയുന്നത് ഒരു ഇൻപുട്ട് കപ്ലിംഗ് ട്രാൻസിസ്റ്ററാണ്. D1 എന്ന് പറയുന്നത് ഇൻപുട്ട് ക്ലാമ്പ് ഡയോഡാണ്. Q2 എന്ന് പറയുന്നത് ഒരു ഫേസ് സ്പ്ലിറ്ററാണ്. Q3യും Q4ഉം ഒരു ടോട്ടം പോൾ അറേഞ്ച്മെൻറ്റ് വഴിയാണ് ഔട്ട്പുട്ട് സർക്യൂട്ടിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത്. ഇനി നെക്സ്റ്റ് ഇൻപുട്ട് നമ്മൾ ഹൈ കൊടുക്കുന്ന കണ്ടീഷൻ. സോ ഇവിടെയാണ് ഈ ട്രാൻസിസ്റ്ററിൻ്റെ Q1 ട്രാൻസിസ്റ്ററിൻ്റെ എമിറ്ററിലാണ് നമ്മൾ ഇൻപുട്ട് കൊടുക്കുന്നത്. സോ ഇറ്റ് ഈസ് വെരി ഹൈ. സോ വലിയ ഹൈ ഒരു വോൾട്ടേജ് ആണ് നമ്മൾ കൊടുക്കുന്നത്. സോ ഇവിടെ ഹൈ വോൾട്ടേജ് എപ്പോൾ നമ്മൾ എമിറ്ററിൽ കൊടുത്താലും എന്താ സംഭവിക്കുക, ബേസിൽ നമ്മളൊരു വോൾട്ടേജ് കൊടുത്താലാണ് എമിറ്റർ ബേസ് ഫോർവേഡ് ബയസ് ആവുക. അതേസമയം കളക്ടറിൽ നമ്മളൊരു ഹൈ വോൾട്ടേജ് കൊടുത്താൽ എപ്പോഴും അത് എമിറ്റർ ബേസിനെ റിവേഴ്സ് ബയസ് ചെയ്യിക്കുകയാണ് ചെയ്യുക. സോ Q1 എന്ന് പറയുന്നത് ട്രാൻസിസ്റ്റർ റിവേഴ്സ് ബയാസ്ഡ് ആണ്. ഓക്കെ, ദിസ് ഇസ് റിവേഴ്സ് ബയാസ്ഡ്. റിവേഴ്സ് ബയസ് ആയിക്കഴിഞ്ഞാൽ Q1 ഓഫ് ആയിരിക്കും. ആൻഡ് ദ ബേസ് കളക്ടർ ജംഗ്ഷൻ ഇസ് ഫോർവേഡ് ബയാസ്ഡ്. ഓക്കെ, അപ്പോൾ ബേസ് എമിറ്റർ റീജിയൻ ആണ് റിവേഴ്സ് ബയാസ്ഡ്. ബേസ് കളക്ടർ റീജിയൻ, ഇത് ബേസ് ആണ്, ഇത് എമിറ്റർ ആണ്, ഇത് കളക്ടർ ആണ്. സോ ബേസ് കളക്ടർ റീജിയൻ എന്ന് പറയുന്നത് ഫോർവേഡ് ബയാസ്ഡ് ആയിരിക്കും. സോ ദിസ് കണ്ടീഷൻ പെർമിറ്റ്സ് കറണ്ട് ത്രൂ R1 ആൻഡ് ദ ബേസ് കളക്ടർ ജംഗ്ഷൻ ഓഫ് Q3. അപ്പോൾ Q1 ബേസ് കളക്ടർ ജംഗ്ഷൻ ഓഫ് Q1ലേക്ക് കറണ്ട് ഫ്ലോ ഉണ്ടാവും. നമ്മൾ അപ്ലൈ ചെയ്ത സപ്ലൈ വോൾട്ടേജ് മുഖേന ഉണ്ടാകുന്ന കറണ്ട് ഏത് ഡയറക്ഷനിൽ ഫ്ലോ ചെയ്യും? കളക്ടറിലേക്ക്, ബേസിൽ നിന്ന് കളക്ടറിലേക്ക് ഫ്ലോ ചെയ്യും. ഓൺ ആയിരുന്നെങ്കിൽ അത് എമിറ്ററിലേക്ക് ഫ്ലോ ചെയ്യേണ്ടതായിരുന്നു. ഇപ്പോൾ അത് റിവേഴ്സ് ആയതുകൊണ്ട് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ അത് ഫ്ലോ ചെയ്യും. അങ്ങനെ അത് Q2 ട്രാൻസിസ്റ്ററിനെ ഓൺ ആക്കും. Q2 ഓൺ ആയി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ഇവിടെ നിന്നും അപ്ലൈ ചെയ്യുന്ന വോൾട്ടേജ് R2 വഴി ഇങ്ങനെ ഫ്ലോ ചെയ്യും. ഓക്കെ, ട്രാൻസിസ്റ്ററിന് കളക്ടർ ടു എമിറ്റർ കറണ്ട് ഫ്ലോ ഉണ്ടാവും. ഇതൊരു ഷോർട്ട് ആയിട്ടിരിക്കുന്നുണ്ട്, ഒരു ക്ലോസ്ഡ് സ്വിച്ച് ആയതുകൊണ്ട്. ഇങ്ങനെ പോകുന്ന കറണ്ട് എവിടേക്കാണ് പോകുന്നത്? നേരെ ഈ ട്രാൻസിസ്റ്റർ, അതായത് നമ്മുടെ Q3 ട്രാൻസിസ്റ്ററിൻ്റെ ബേസിലേക്കാണ് പോകുന്നത്. സോ ഇതിന് ആവശ്യമുള്ള വോൾട്ടേജ് അവിടെ കിട്ടുന്നുണ്ട്. ഓക്കെ, സോ കിട്ടുന്നത് കൊണ്ട് തന്നെ Q3 എന്താവും? ബേസിൽ എപ്പോൾ കറണ്ട് വന്നാലും ആ ട്രാൻസിസ്റ്റർ ഓൺ ആവും. സോ ഈ ട്രാൻസിസ്റ്റർ ഓൺ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ കൂടി കറണ്ട് ഫുള്ള് ഫ്ലോ ചെയ്യുന്നത് കൊണ്ട് ഈ അപ്ലൈ ചെയ്ത +5 വോൾട്ട് Q4ലേക്ക് പോകുന്നില്ല. അതായത് ഈ കറണ്ട് നേരെ ഫ്ലോ ചെയ്യുന്നത് ഈ ഒരു സ്വിച്ച് വഴിയാണ്. കാരണം അവിടെ ഇമ്പിഡൻസ് കുറവാണ്, റെസിസ്റ്റൻസ് കുറവാണ്. അപ്പോൾ ഈ ഒരു പാത്തിലേക്ക് ഫ്ലോ ചെയ്യുന്നില്ല കറണ്ട്. ഓക്കെ, കാരണം അവിടെ വളരെ കുറച്ച് വോൾട്ടേജ് മാത്രമാണ് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ ഈ Q4 ട്രാൻസിസ്റ്റർ ഓഫ് ആയിരിക്കും. അപ്പോൾ ഫസ്റ്റ് നമ്മൾ നേരത്തെ ട്രാൻസിസ്റ്റർ മോസ്ഫെറ്റ് പറഞ്ഞപ്പോഴൊക്കെ പറഞ്ഞായിരുന്നു, മുകളിൽ ട്രാൻസിസ്റ്റർ ഓഫ് ആയിട്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും ഔട്ട്പുട്ടിലേക്ക് കറണ്ട് പോവില്ല. അതേപോലെ തന്നെ മുകളിൽ ട്രാൻസിസ്റ്റർ ഇവിടെ Q4 എന്ന് പറയുന്നത് ഓഫും Q3 എന്ന് പറയുന്നത് മാത്രമാണ് ഓൺ ആയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ സപ്ലൈ വോൾട്ടേജിൽ നിന്നും ഒരിക്കലും കറണ്ട് ഇങ്ങോട്ട് ഫ്ലോ ചെയ്യില്ല. സോ യുവർ ഔട്ട്പുട്ട് വിൽ ബി ലോ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇൻപുട്ട് ഹൈ ആയിട്ട് കൊടുക്കുന്ന ടൈമിൽ ഇൻവെർട്ടറിൽ എങ്ങനെയായിരിക്കും? ഔട്ട്പുട്ട് ലോ ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് വെൻ യുവർ ഇൻപുട്ട് ഇസ് ലോ. ഇപ്പോൾ ഇൻപുട്ട് ലോ ആണ്, ദാറ്റ് മീൻസ് 0 വോൾട്ടാണ് നമ്മൾ ഇൻപുട്ടിലേക്ക് അപ്ലൈ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെയും നമുക്ക് എമിറ്റർ ബേസ് കളക്ടറാണ്. സോ എമിറ്റർ ബേസ് എങ്ങനെയായിരിക്കും? ഫോർവേഡ് ബയാസ് ആയിരിക്കും. സോ ഈ അപ്ലൈ ചെയ്തിരിക്കുന്ന +5 വോൾട്ട് കളക്ടർ വഴി എമിറ്ററിലേക്ക് ഫ്ലോ ചെയ്യും. ഇതാണ് കറണ്ടിൻ്റെ ഫ്ലോ. ഇങ്ങനെയാണ് കറണ്ട് ഫ്ലോ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഈ ട്രാൻസിസ്റ്റർ ഓൺ ആയിരിക്കും. എപ്പോഴും ഓൺ ആയിരിക്കുന്ന ട്രാൻസിസ്റ്ററിൻ്റെ കളക്ടറിൽ വോൾട്ടേജ് കുറവായിരിക്കും. ഓഫായിരിക്കുന്ന ട്രാൻസിസ്റ്ററിൻ്റെ കളക്ടറിൽ വോൾട്ടേജ് കൂടുതലായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതുകൊണ്ട് കറണ്ട് ഇങ്ങനെ ഫ്ലോ ചെയ്യുമ്പോൾ കളക്ടറിൽ എങ്ങനെയാണ് ഉണ്ടാവുക? കളക്ടറിനെ ക്രോസ് കറണ്ടൊന്നുമില്ല. കാരണം ഈ കറണ്ട് ഫുൾ ഇങ്ങനെ ഒരു ഷോർട്ട് ആയതുകൊണ്ട് ഫ്ലോ ചെയ്ത് പോയി. സോ കറണ്ട് ഇവിടെ 0 ആണ്. മീൻസ് ഇവിടെ വോൾട്ടേജ് വളരെ കുറവാണ്. ഓക്കെ, ഓൺ ആയതുകൊണ്ട് തന്നെ വോൾട്ടേജ് വളരെ കുറവാണ്. സോ ഈ Q2 എന്ന് പറയുന്ന ട്രാൻസിസ്റ്റർ അവിടെ ഓഫായിരിക്കും. ബേസിൽ അതിന് വോൾട്ടേജ് ഒന്നുമില്ല. ഇത് ഓഫാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ +5 വോൾട്ട് വഴി ഉണ്ടാകുന്ന വോൾട്ടേജ് വഴി കാരണം ഉള്ള കറണ്ട് ആ ഒരു കളക്ടറിലേക്ക് ഫ്ലോ ചെയ്ത് ഷോർട്ടല്ല, ഓഫാണ്. സോ അതുകൊണ്ട് തന്നെ ആ കറണ്ട് ഇങ്ങനെ ഒരു കേള് പോലെ വളഞ്ഞാണ് ഫ്ലോ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു പോയിന്റിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വോൾട്ടേജ് ഹൈ ആയിരിക്കും. അപ്പോൾ ഇത് ഓഫാണെന്നുണ്ടെങ്കിൽ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ട്രാൻസിസ്റ്റർ Q4 എങ്ങനെയായിരിക്കും? ഇവിടെ ഹൈ വോൾട്ടേജ് ആണ് കിട്ടിയിരിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ എമിറ്റർ ബേസ് ഫോർവേഡ് ബയസ് ചെയ്തിട്ട് ഈ ട്രാൻസിസ്റ്റർ ഓൺ ആയിരിക്കും. ഇതിൽ കൂടി കറണ്ട് ഫ്ലോ ചെയ്യാത്തതുകൊണ്ട് തന്നെ ഈ Q3 എന്ന് പറയുന്ന ട്രാൻസിസ്റ്ററിൻ്റെ ബേസിലേക്ക് അധികം വോൾട്ടേജ് കിട്ടിയിട്ടില്ല. സോ ദിസ് ട്രാൻസിസ്റ്റർ വിൽ ബി ഇൻ ഓഫ് സ്റ്റേറ്റ്. സോ മുകളിലുള്ള ട്രാൻസിസ്റ്റർ ഓൺ ആണ്, താഴെയുള്ള ട്രാൻസിസ്റ്റർ ഓഫ് ആണ്. അപ്പോൾ കറണ്ട് ഫ്ലോ ചെയ്യുന്ന പാത്ത് ഇതാണ്. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ ഹൈ വോൾട്ടേജ് അതിന് അക്രോസ് ആയിട്ട് ഡെവലപ്പ് ചെയ്യും, കറണ്ട് ഇതിൽ കൂടി ഫ്ലോ ചെയ്യും. സോ യുവർ ഔട്ട്പുട്ട് വിൽ ബി 1.
സോ ഇൻപുട്ട് ലോ ആയിരിക്കുമ്പോൾ ഔട്ട്പുട്ട് ഹൈ ആണ്, ഇൻപുട്ട് ഹൈ ആയിരിക്കുമ്പോൾ ഔട്ട്പുട്ട് ലോ ആണ്. നെക്സ്റ്റ് ഓക്കെ, ഇത്രയും കാര്യങ്ങൾ പറഞ്ഞാൽ തന്നെ ഇതിൻ്റെ വർക്കിംഗ് ആയി. ഇനി അഡീഷണൽ ആയിട്ട് പറഞ്ഞിരിക്കുന്നത് ഡയോഡ് D2 എന്തിനാണ് യൂസ് ചെയ്തിരിക്കുന്നതെന്നാണ്. ഡയോഡ് D2 ഓക്കെ, ഒരു ക്ലാമ്പ് ആണെന്ന് പറഞ്ഞു നമ്മൾ. ഡയോഡ് D2 എൻഷുവേഴ്സ് ദാറ്റ് Q2 വിൽ ടേൺ ഓഫ് വെൻ Q2 ഈസ് ഓൺ. അതായത് ഈ Q2 ഓൺ ആവുന്ന എല്ലാ സമയത്തും Q4 എങ്ങനെയായിരിക്കും? Q4 വിൽ ബി ടേൺ ഓഫ്. കാരണം ഒരു ടോട്ടം ബോൾ അറേഞ്ച്മെൻ്റ് ആണ്. സോ ഇത് എപ്പോൾ ഓൺ ആയാലും ഇത് ഓഫായിരിക്കും, ഇത് എപ്പോൾ ഓഫ് ആയാലും ഇത് ഓൺ ആയിരിക്കും. അത് എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവിടെ D2 കണക്ട് ചെയ്തിരിക്കുന്നത്. ഇൻ ദിസ് കണ്ടീഷൻ ദ കളക്ടർ വോൾട്ടേജ് ഓഫ് Q2 ഈസ് ഈക്വൽ ടു ദി ബേസ് എമിറ്റർ വോൾട്ടേജ് ഓഫ് Q3 പ്ലസ് ദ കളക്ടർ ടു എമിറ്റർ വോൾട്ടേജ് VCE ഓഫ് Q2. ഓക്കെ, ഇവിടെ നമുക്ക് കളക്ടർ വോൾട്ടേജ് ഓഫ് Q2 എന്ന് പറയുന്നത്, അതായത് Q2ൻ്റെ കളക്ടർ വോൾട്ടേജ് എന്ന് പറയുന്നത് എപ്പോഴും എങ്ങനെയായിരിക്കും? ബേസ് എമിറ്റർ വോൾട്ടേജ് ഓഫ് Q3യുടെ ബേസ് എമിറ്റർ വോൾട്ടേജ്. ഓക്കെ, ഇവിടെയുള്ള ബേസ് എമിറ്റർ വോൾട്ടേജ് of Q3 plus the collector to emitter voltage of Q2. Collector emitter voltage of Q2ൻ്റെ കളക്ടർ എമിറ്റർ വോൾട്ടേജ്. ഓക്കെ, ഈ രണ്ടെണ്ണം, ഇതിൻ്റെ കളക്ടർ എമിറ്റർ വോൾട്ടേജും ഇതിൻ്റെ ബേസ് എമിറ്റർ വോൾട്ടേജിൻ്റെയും സമ്മാണ് എവിടെ വരുന്നത്? Q2 വരുന്നത്. ഓക്കെ, Q2ൻ്റെ വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ടോട്ടൽ വോൾട്ടേജ് ഓഫ് Q2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ Q3യുടെ VBE പ്ലസ് VCE ഓഫ് Q2 ഈക്വൽ ആയിരിക്കും. ആൻഡ് ഡയോഡ് D2 പ്രൊവൈഡ്സ് ആൻ അഡീഷണൽ VBE ഈക്വലൻറ്റ് ഡ്രോപ്പ് ഇൻ സീരീസ് വിത്ത് ദി ബേസ് എമിറ്റർ ജംഗ്ഷൻ ഓഫ് Q4 ടു എൻഷുർ ഇറ്റ്സ് ടേൺ ഓഫ് വെൻ Q2 ഇസ് ഓൺ. ഓക്കെ, Q2 ഓൺ ആവുന്ന ടൈമിൽ അഡീഷണൽ VBE ഈക്വലൻറ്റ് ഡ്രോപ്പ് ബേസ് എമിറ്റർ ജംഗ്ഷനിൽ കൊടുക്കാൻ കൂടിയാണ്. അങ്ങനെ കൊടുത്ത് Q4നെ കറസ്പോണ്ടിങ് ആയിട്ട് ഓഫ് ആക്കാനും കൂടിയാണ്, എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ D2 യൂസ് ചെയ്യുന്നത്. സോ വർക്കിംഗ് പറഞ്ഞാൽ തന്നെ ധാരാളം നമുക്ക് മാർക്ക് ഫുള്ള് കിട്ടും. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇസ് എക്സ്പ്ലെയിൻ ദി വർക്കിംഗ് ഓഫ് എ ട്രാൻസിസ്റ്റർ ലെവൽ CMOS NAND ഗേറ്റ്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ CMOS NOR ഗേറ്റ് ആണ് അതിൻ്റെ ഒരു ഓപ്ഷനിൽ നോക്കിയത്, അതേപോലെ തന്നെ CMOS NAND ഗേറ്റ്. സോ ഇതിലും നമ്മൾ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത് 4 MOSFETകളാണ്. സോ അപ്പർ 2 PMOS, താഴെ 2 NMOS. ഇപ്പോൾ നോറിൽ നമ്മൾ നോക്കിയപ്പോൾ മുകളിലുള്ള 2 MOSFETകളായിരുന്നു സീരീസ്, താഴെയായിരുന്നു പാരലൽ. പക്ഷേ ഇത് NAND ഗേറ്റ് അറേഞ്ച്മെൻറ്റ് ആയതുകൊണ്ട് തന്നെ മുകളിലുള്ള 2 PMOS പാരലലും താഴെയുള്ള 2 NMOS സീരീസും ആയിരിക്കും. സോ ഇത് നിങ്ങളുടെ 2 NMOS ആണ്. AB എന്ന് പറയുന്ന ഇൻപുട്ടാണ്. നമ്മളിത് കോമൺ ആയിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ A നമുക്ക് ഇങ്ങനെ കണക്ട് ചെയ്യാം, B ഇവിടെ നിന്ന് കോമൺ ആയിട്ട് കണക്ട് ചെയ്യാം. ഓക്കെ, സോ നമ്മൾ A ഇപ്പോൾ 0 0 കൊടുക്കുകയാണ്. A 0, ഇപ്പോൾ A ഇവിടെ 0 ആണ്. B 0 കൊടുക്കുമ്പോൾ ഇവിടെ B 0 ആണ്. അപ്പോൾ Aയും Bയും നമ്മൾ 0 0 കൊടുക്കുമ്പോൾ PMOS നമുക്കറിയാം 0 കൊടുത്തു കഴിഞ്ഞാൽ അത് ഓൺ ആയിരിക്കും, 2 ഓൺ ആയിരിക്കും. NMOS 2 ഓഫ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഈ 2 ട്രാൻസിസ്റ്ററും കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ അതുകൊണ്ട് കൊടുക്കുന്ന VDD കറസ്പോണ്ടിങ് ആയിട്ട് 2 പാത്തിൽ കൂടിയും കറണ്ട് ഫ്ലോ ചെയ്യും. എന്നിട്ട് നമുക്ക് കറണ്ട് ഔട്ട്പുട്ടിലേക്ക് വരും. ഓക്കെ, സോ യുവർ ഔട്ട്പുട്ട് വിൽ ബി ഈക്വൽ ടു 1. ഇനി നെക്സ്റ്റ് കേസിൽ ഏതെങ്കിലും ഒരു ഇൻപുട്ട് നമ്മൾ ലോ ആയിട്ട് കൊടുക്കുകയാണ്. ഫോർ എക്സാമ്പിൾ B നമ്മൾ ഹൈ ആക്കി കൊടുക്കാം, A പഴയ പോലെ ലോ ആണ്. ഇത് 0 കൊടുക്കുന്ന കേസിൽ ഫസ്റ്റ് PMOS ഇപ്പോഴും ഓൺ ആയിരിക്കും, കറസ്പോണ്ടിങ് ആയിട്ടുള്ള NMOS ഓഫും ആയിരിക്കും. ഇനി B1 കൊടുത്തു കഴിയുമ്പോൾ ഇവിടെ ഓഫായിരിക്കും PMOS. ഇവിടെ B1 കൊടുക്കുന്ന കേസിൽ ഈ ട്രാൻസിസ്റ്റർ ഓൺ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെയും ഒരു പാരലൽ കണക്ഷൻ ആയതുകൊണ്ട് തന്നെ ഈവൻ ഒരു ട്രാൻസിസ്റ്റർ മാത്രം കണ്ടക്ട് ചെയ്താലും കറണ്ട് ഫ്ലോ ചെയ്ത് ഔട്ട്പുട്ടിലേക്ക് കറണ്ട് ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഔട്ട്പുട്ട് 1 ആയിരിക്കും. ഇതേപോലെ തന്നെ അതർ കേസിലും, അതായത് ഇത് 1ഉം ഇത് 0 ആണെന്നുണ്ടെങ്കിലും ഇതേപോലെ തന്നെ ഈ ട്രാൻസിസ്റ്ററിന് പകരം ഈ ട്രാൻസിസ്റ്റർ ഓൺ ആവുന്നു എന്നുള്ളതേ ഉള്ളൂ. ഓക്കെ, കറണ്ട് ഫ്ലോ ചെയ്ത് ഔട്ട്പുട്ടിലേക്ക് എത്തുന്നു. സോ യുവർ ഔട്ട്പുട്ട് വിൽ ബി അഗെയിൻ 1. ഈ ലാസ്റ്റ് കേസിൽ 1 1. സോ 1 1 എടുക്കുമ്പോൾ ഈ രണ്ടിലും 1 1 അപ്ലൈ ചെയ്യാം. സോ ഇവിടെ 1 ഇവിടെ 1. സോ ഇവിടെ 1 ആയിരിക്കുമ്പോൾ 0 ആയിരിക്കും. ഇവിടെയും നമ്മൾ 1 അപ്ലൈ ചെയ്യുമ്പോൾ ഇത് 0 ആണ്. അതായത് 2 ട്രാൻസിസ്റ്റർ ഓഫാണ്.
താഴെയുള്ള 2 ട്രാൻസിസ്റ്ററിൽ 1 കിട്ടിയിരിക്കുന്നതുകൊണ്ട് ഇത് ഓൺ ആവുന്നത്. പക്ഷെ താഴെയുള്ള 2 ട്രാൻസിസ്റ്റർ ഓൺ ആയിട്ട് കാര്യമില്ല, മുകളിൽ നിന്നുമാണ് നമുക്ക് സപ്ലൈ വോൾട്ടേജ്. സോ അത് കറണ്ട് ഫ്ലോ ചെയ്ത് താഴത്തേക്ക് എത്തണമെങ്കിൽ മുകളിലത്തെ 2 ട്രാൻസിസ്റ്റർ ഓൺ ആയിരിക്കണം. ഇവിടെ അത് ഓഫാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഔട്ട്പുട്ട് എന്തായിരിക്കും? 0 ആയിരിക്കും. ദാറ്റ് ഈസ് ഓഫ് ആയിരിക്കും. ഓക്കെ, സോ ഇത്രയാണ് CMOS NAND ഗേറ്റിൻ്റെ വർക്കിംഗ്. ഇതിൽ മെയിനായിട്ടും ഫസ്റ്റ് കേസിൽ സെപ്പറേറ്റ് ഡയഗ്രാംസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടെന്നേ ഉള്ളൂ. ഫസ്റ്റ് എയും ബിയും 0 അപ്ലൈ ചെയ്യുക, പിന്നെ എയും ബിയും 0 1, പിന്നെ 1 0 അപ്ലൈ ചെയ്യുക, ലാസ്റ്റ് കേസിൽ 1 1 അപ്ലൈ ചെയ്യുക. സോ ഇതോടുകൂടി നമ്മുടെ ലാസ്റ്റ് മൊഡ്യൂൾ 5th മൊഡ്യൂളിൻ്റെയും ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ കഴിഞ്ഞു. താങ്ക് യു ഫോർ വാച്ചിങ് വൺസ് കോച്ചിങ്. ഇനി നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ ബൈ.